ഹായ് മക്കളെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടാൻജൻസ് ആൻഡ് നോർമൽസ് ആണ്. ഇത് ജെഇ അഡ്വാൻസിന്റെ ബേസ് നോക്കിയ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അഗെയിൻ ഈ ടോപ്പിക് നിങ്ങളെ ജെഇന്റെ സിലബസ് നോക്കി ചിലപ്പോൾ കാണൂല. ഈവൻ ദോ ഇതിന് ക്വസ്റ്റൻസ് എക്സാമിന് ജെഇ എക്സാമിന് ചോദിക്കാറുണ്ട്, ജെഇ മെയിൻസിന് ചോദിക്കാറുണ്ട്, ജെഇ അഡ്വാൻസ് ഒരുപാട് ക്വസ്റ്റൻ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാണ്, ഈ ടോപ്പിക് വൃത്തിയായിട്ട് ശ്രദ്ധിച്ചെടുക്കുക. ജെഇ അഡ്വാൻസിന് അത്രയും ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ്. അതായത് നിങ്ങൾ പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ നോക്കിയാൽ എല്ലാ വർഷവും ഈ ടോപ്പിക് ക്വസ്റ്റൻ ഉണ്ടാവും. ഈ ഐഡിയ അറിഞ്ഞാൽ നമുക്ക് ഒരു ക്വസ്റ്റൻസ് എന്തായാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സോൾവ് ചെയ്യാൻ പറ്റും. സോ എന്ത് ചെയ്യുക, വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം മുതൽ അവസാനം വരെ വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക. ടാൻജൻസ് ആൻഡ് നോർമൽസ് നമുക്ക് ആവശ്യമുള്ള എല്ലാ കൺസെപ്റ്റും ഞാൻ ഇവിടെ പറയുന്നുണ്ടാവും. ഓക്കെ, സോ ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് ഇനി പറയാനുള്ള കാര്യം സം ഇമ്പോർട്ടൻറ്റ് നൊട്ടേഷൻസ് ആണ്. ഇത് ശരിക്കും നിങ്ങൾ ജെഇ മെയിന് വേണ്ടി പഠിച്ചിട്ടുണ്ടാവും. എനിവേ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാണ് സം ഇമ്പോർട്ടൻറ്റ് നൊട്ടേഷൻസ്. അവിടെ നമുക്ക് ഈ ഒരു ഹെഡിങ്ങിന് കീഴിൽ പഠിക്കുന്നത് 3 നൊട്ടേഷൻസ് ആണ്. ആ 3 നൊട്ടേഷൻ എന്താണെന്ന് പറഞ്ഞാൽ ഒന്ന് എസ് ആണ്, മറ്റേത് S1 ആണ്, S1 T. ഈ 3 നൊട്ടേഷൻസ് ആണ് നമുക്ക് ആദ്യം പരിചയപ്പെടാനുള്ളത്. ഓക്കെ, ആര് എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു കർവിന്റെ ഇക്വേഷൻ ഉണ്ടാവും അല്ലെ. സപ്പോസ് കർവിന്റെ ഇക്വേഷൻ ഇങ്ങനെ വിചാരിക്കും, ആ കർവ് സർക്കിൾ ആവും, പരാബോള ആവും, ഹൈപ്പർബോള, എലിപ്സ് ആവും, ഏതാട്ടോ ഇനി ഏതെങ്കിലും സർക്കിൾ ഇക്വേഷൻ അതാണ് വിചാരിക്കും. x² + y² + 6x = 0 എന്ന് വിചാരിക്കും. വെറുതെ എക്സാമ്പിൾ എഴുതി അല്ലെ. ഇതാണ് കർവിന്റെ ഇക്വേഷൻ വിചാരിക്കും. എന്താണ് x² + y² + 6x = 0 അല്ലെ. അങ്ങനെ എസ് എന്ന് പറഞ്ഞാൽ ആ കർവിന്റെ ഇക്വേഷനാ x² + y² + 6x. അപ്പൊ എസ് എന്ന് പറഞ്ഞാ നമ്മൾ തന്ന കർവ് ഏതാണോ ആ കർവിന്റെ ഇക്വേഷൻ ആണ് അത് എസ്. അവിടെ തന്ന കർവ് ചിലപ്പോൾ സർക്കിൾ ആവാം, ചിലപ്പോൾ പരാബോള ആയിരിക്കാം, ചിലപ്പോൾ ഹൈപ്പർബോള ആയിരിക്കാം, എന്താവട്ടെ ആ കാണുന്ന കർവിന്റെ ഇക്വേഷൻ എന്താണോ ആ ഇക്വേഷൻ ആണെന്ത് എസ്. അപ്പൊ എസ് എന്ന് പറഞ്ഞാൽ ഗിവൺ കർവിന്റെ ഇക്വേഷൻ ആണെന്ത് എസ്. ഇനി അടുത്ത S1 അല്ലേ. S1 എന്ന് പറഞ്ഞാല് ഒരു പോയിന്റ് ഉണ്ടാവും, അത് ഏതെങ്കിലും ഒരു പോയിന്റ് ആയിരിക്കും. ഏതെങ്കിലും പോയിന്റ്, ഞാൻ ജസ്റ്റ് x1 y1 എടുത്തു, x1 y1 ആണ് നിർബന്ധമില്ല കേട്ടോ, ഏതെങ്കിലും പോയിന്റാ. ആ പോയിന്റ് ഞാൻ കർവിന്റെ ഇക്വേഷനിൽ കൊടുക്കാം. ആ പോയിന്റ് എന്ത് ചെയ്യുക, കർവിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അവിടെ കർവിന്റെ ഇക്വേഷൻ എന്താ, x² + y² + 6x അല്ലേ. അതിലേക്ക് ഞാൻ x1 y1 കൊടുത്താലേ എന്താ വരാ, x² എന്താവും, x1² ആവും അല്ലെ, y² എന്താവും, y1² ആവും, 6x എന്താവും, 6x1 ആവും അല്ലെ. ഇതിന് വിളിക്കുന്ന പേരാണ് S1 അല്ലെ. അപ്പൊ S1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ പോയിന്റ് ഉണ്ടാവും അല്ലെ. ആ പോയിന്റിനെ കർവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള പോയിന്റിനെ കർവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ അതിനെ വിളിക്കുന്ന പേരാണ് S1 അല്ലെ. നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ പേപ്പർ ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെ. ആ പോയിന്റ് ഞാൻ കർവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലേ അതിനെ വിളിക്കുന്ന പേരാണിത് S1. അപ്പൊ ഇനി S1 എന്ന് കണ്ട ഡൗട്ട് എടുക്കണ്ട. S1 എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള പോയിന്റ് എന്ത് ചെയ്യുക, കർവിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. ഇനി അടുത്ത T ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. T കണ്ടുപിടിക്കാൻ ചെയ്യുന്ന കാര്യത്തിലുള്ളൂ. ഞാൻ നമ്മളെ സിലബസിൽ ഊന്നി പറയാട്ടോ, ഇത്രയുള്ളൂ കാര്യം. x² നിങ്ങളെ x × x ആക്കുക. സ്റ്റെപ്പ് ഉണ്ട്, വേറെ സ്റ്റെപ്പ് ഉണ്ട്, ഞാൻ വഴിയെ പറയാം. x² എന്താ x² ഞാൻ ചെയ്യുക, എല്ലാ ടേമിനും സിമ്മട്രിക്കായി ഡിവൈഡ് ചെയ്യുക. സിമ്മട്രിക്കായി ഡിവൈഡ് എന്ന് പറയാലേ x² എന്താ x × x, y² എന്താ y × y അല്ലെ. അങ്ങനെ ഈ 4x ആരാ 2x + 2x അല്ലെ. അങ്ങനെയെങ്കിൽ 6y ആരാ 3y + 3y. ഇങ്ങനെ എഴുതി കൂടെ അല്ലേ. അവിടെ x² എനിക്ക് x × x എഴുതാം, y² എനിക്ക് y × y എഴുതാം. രണ്ട് ഒരേ പോലാണ് പ്രൊഡക്റ്റ് അവിടെ, അതുപോലെ രണ്ട് ഒരേ പോലിലെ അഡീഷൻ അവിടെ. അപ്പൊ രണ്ട് ഒരേ പോലത്തെ ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അവിടെ ഇവിടുത്തെ ഏതൊരു ടേം എടുത്താലേ അതിന് രണ്ട് ഒരേ പോലത്തെ ആൾക്കാരായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. അപ്പൊ x² എന്താ x × x, y² എന്താ y × y, 4x ആർ 2x + 2x, 6y ആർ 3y + 3y. അങ്ങനെ 10y എന്താ ഒരേ പോലെ ആക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ 5y + 5y അല്ലേ അല്ലെ. അങ്ങനെ x എന്താ എക്സിന് ഇതെവിടെ എഴുതാം, x എന്താ x എനിക്ക് x/2 + x/2 കൂടെ x/2 + x/2 x അല്ലേ. ഇനി ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണേ, 2x അടുത്ത് ഒരു x-നെ x1 ആക്കുക. എന്താ 2x ഒരു x x1 ആക്കുക, 2y ഒരു y1 ആക്കാം. ഇത് 2x അല്ലേ, അപ്പൊ അതൊരു ഒരു x എന്താ x1 ആ, അതൊരു x എന്താ x1 അല്ലെ. ഇവിടെ 2y അല്ലേ, അപ്പൊ അതൊരു y എന്താ y1 ആ അല്ലെ. ഇവിടെ 2x അല്ലേ, അതൊരു x എന്താ x1 ആ. ഇവിടെ 2y അല്ലേ, അതൊരു y എന്താ y1 ആ അല്ലെ. ഇവിടെ 2y അല്ലേ, അതൊരു y എന്താ y1 ആ. ഇവിടെ 2x അല്ലേ, അതൊരു x എന്താ x1 ആ. ഇങ്ങനെ ആക്കി മാറ്റി പഠിക്കുക, വളരെ ഈസിയാണ്. അപ്പൊ എന്താ, ഏതൊരു ടേം ഉണ്ടെങ്കിൽ ആ ടേമിന് സിമ്മട്രിക്കായി ഡിവൈഡ് ചെയ്യുക അല്ലെ. ആ സിമ്മട്രിക്കായി ഡിവൈഡ് ചെയ്തതിനു ശേഷം 2x ഒരു x x1 ആക്കുക, 2y ഒരു y എന്ത് ചെയ്യുക y1 ആക്കുക. ഓക്കെ, അപ്പൊ സിമ്പിൾ എക്സാമ്പിൾ കാണിച്ചാൽ ഇത് കേട്ട് ഡൗട്ട് അടിക്കുന്നവർ ഇവിടെ ശ്രദ്ധിക്കുക അല്ലെ. ആദ്യം ഇതാരാ x² അല്ലെ. x² എങ്ങനെ മാറ്റണം, x × x അല്ലെ. ഇതാരാ y² അല്ലേ, y² എങ്ങനെ മാറ്റുക, y × y അല്ലെ. ഇതല്ല 6x അല്ലേ, 6x എങ്ങനെ മാറ്റുക, 3x + 3x ആക്കുക.
ആക്കുക അല്ലെ. അവിടെ എക്സ് സ്ക്വയർ എന്താ എക്സ് ഇൻറ്റു എക്സ് ആ, വൈ സ്ക്വയർ എന്താ വൈ ഇൻറ്റു വൈ ആ, 6x ആർ 3x പ്ലസ് 3x ആ. ഇനി എന്ത് ചെയ്യാ, 2x ഒരു എക്സ് എക്സ് വൺ ആക്കുക, 2 വൈ ഒരു വൈ വൈ വൺ ആക്കുക. ഇവിടെ 2x ഉണ്ടല്ലോ അതിൽ 1x1, ഇവിടെ 2 വൈ ഉണ്ടല്ലോ അതിൽ 1 വൈ അല്ലേ, ഇവിടെ 2x ഉണ്ടല്ലോ അതിൽ 1x1 അല്ലെ. അപ്പൊ ടി എന്തായി, x(x1) പ്ലസ് y(y1) പ്ലസ് 3x പ്ലസ് 3x1 ആയി. ഇതാണ് ടി ആണ് മെത്തേഡ് അല്ലെ. അപ്പൊ എന്ത് പഠിച്ചു, ഒന്ന് മനസ്സിലാക്കുക, ടി കാണാൻ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക. ഒന്നുമില്ല, 2x ഉണ്ടെങ്കിൽ അതായത് എക്സ് സ്ക്വയർ എന്താക്കുക എക്സ് ഇൻറ്റു എക്സ് ആക്കാം, വൈ സ്ക്വയർ എന്താക്കുക വൈ ഇൻറ്റു വൈ ആക്കുക അല്ലെ, 2x എന്താക്കുക എക്സ് പ്ലസ് എക്സ് ആക്കുക, സിമ്മട്രിക്കായി ഡിവൈഡ് ചെയ്യുക അല്ലെ. അതായത് സിമ്മട്രിക്കായി ഡിവൈഡ് ചെയ്തതിനു ശേഷം 2x ഒരു എക്സ് എക്സ് വൺ ആക്കുക, 2 വൈയിൽ ഒരു വൈ എന്താ വൈ വൺ ആക്കാം അല്ലെ. ഇതാണ് ടി ആണ് മെത്തേഡ്. അപ്പൊ എന്തായി, എസ് ആയി, S1 ആയി, ടി ആയി അല്ലെ. ഇനി ഇത് ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്തോ, അപ്പൊ വൃത്തിയായിട്ട് ശ്രദ്ധിക്കാൻ മാത്രമാണ്. എസ് എന്താ, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തന്ന കർവിന്റെ ഇക്വേഷൻ എന്താണോ ആ കർവിന്റെ ഇക്വേഷൻ ആണ് എസ്. S1 എന്താ, നമുക്ക് കയ്യിൽ പോയിന്റ് ഉണ്ടാവും അല്ലെ, ആ പോയിന്റ് കർവിലേക്ക് ഇട്ട് കൊടുത്താലേ അതിനെ വിളിക്കുന്നതാണ് S1. എന്താ, നമ്മളെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ, ആ പോയിന്റിനെ കർവിലേക്ക് ഇട്ട് കൊടുത്താലേ അതിനെ വിളിക്കുന്നതാണ് S1 അല്ലെ. ടി എന്താ, ടി എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന് എക്സ് ഇൻറ്റു എക്സ് ആക്കുക, വൈ സ്ക്വയർ വൈ ഇൻറ്റു വൈ ആക്കുക, അങ്ങനെ സിമ്മട്രിക്കായിട്ട് എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. സിമ്മട്രിക്കായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 2x എന്തൊക്കെയാ 1x1 ആക്കുക, 2 വൈ എന്തൊക്കെയാ 1 y1 ആക്കാം. ഇതാണ് മെത്തേഡ് മനസ്സിലാക്കുക. അത് ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. അങ്ങനെയെങ്കിൽ ഓക്കെ, ഇതിന് എസ് എന്താ വരിക, ഇതാണ് കർവിന്റെ ഇക്വേഷൻ വിചാരിക്കും. ഇതാണ് കർവിന്റെ ഇക്വേഷൻ, നമുക്ക് എല്ലാവർക്കും ഇത് സർക്കിൾ ഇക്വേഷനാണ്. ഇത് അതെന്തെങ്കിലും ആവട്ടെ, ഇതാണ് കർവിന്റെ ഇക്വേഷൻ അല്ലേ. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, എസ് എന്ന് പറയുന്നത് എസ് എന്ന് പറയുന്നത് നമ്മുടെ കർവിന്റെ ഇക്വേഷനാ അല്ലെ. കർവിന്റെ ഇക്വേഷൻ ആണ് ഇവിടെ, കർവിന്റെ ഇക്വേഷൻ ആരാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8y പ്ലസ് 4 അല്ലേ അല്ലെ. നമ്മുടെ കർവിന്റെ ഇക്വേഷൻ ആര്, എസ്. എന്റെ കർവിന്റെ ഇക്വേഷൻ ആരാ, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 6x പ്ലസ് 8y പ്ലസ് 4 അല്ലേ. അതിന് വിളിക്കുന്ന പേരാണ് എസ് അല്ലേ. അങ്ങനെ S1 ആരാ, S1 ആരാ, അവിടെ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റ് അല്ലെ. ആ പോയിന്റ് വേണമെങ്കിൽ എക്സാമ്പിൾ എടുക്കുക. എക്സാമ്പിൾ 7,2 കൊടുത്തു, 7,2 അല്ലെ. ആ പോയിന്റിനെ കർവിലേക്ക് ഇട്ട് കൊടുത്താലേ അതിനെ വിളിക്കുന്ന പേരാണ് S1. എന്താണ്, ഒരു പോയിന്റ് നമ്മുടെ കയ്യിലുണ്ടാവും അല്ലെ, ആ പോയിന്റിനെ കർവിലേക്ക് ഇട്ട് കൊടുത്താലേ അതിനെ വിളിക്കുന്ന പേരാണ് S1 അല്ലെ. അപ്പൊ എന്താ, വട്ട് ഈസ് എക്സ് സ്ക്വയർ, x7 അല്ലേ 7 സ്ക്വയർ അല്ലെ. വട്ട് ഈസ് വൈ സ്ക്വയർ, y2 അല്ലേ 2 സ്ക്വയർ. 6x x7 അല്ലേ, 8y 8 into 2 പ്ലസ് 4 അല്ലേ. ഇതിന് വിളിക്കുന്ന പേരാണ് S1 അല്ലെ. അപ്പൊ എന്റെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ടാവും, ആ പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലേ അതിനെ വിളിക്കുന്ന പേരാണ് S1. ടി ആരാ, ടി സിമ്പിളാ. എന്താ, എക്സ് സ്ക്വയർ എന്താക്കുക എക്സ് ഇൻറ്റു എക്സ് ആക്കുക, വൈ സ്ക്വയർ വൈ ഇൻറ്റു വൈ, 6x 3x പ്ലസ് 3x, 8y 4y പ്ലസ് 4y. കോൺസ്റ്റന്റ് അതുപോലെ എഴുതാം, കോൺസ്റ്റന്റ് മാറ്റേണ്ട അതേപോലെ എഴുതാം അല്ലെ. ഇനിയോ 2x ഒരു x(x1), 2x ഒരു x(x1), 2 വൈയിൽ ഒരു y1 അല്ലെ. എങ്ങനെ 2x ഉണ്ട്, ആ 2x ഒരു x എന്താ x1, എങ്ങനെ 2 y ഉണ്ട്, ആ 2 വൈയിൽ ഒരു y എന്താ y1. അങ്ങനെ എഴുതാം അല്ലെ. അങ്ങനെ എഴുതിയിട്ട് x1 വാല്യൂ 7 അല്ലേ, y1 വാല്യൂ 2 അല്ലേ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ആൻസർ ആയി അല്ലെ. x1 ആരാ 7, y1 ആരാ 2. അപ്പൊ എന്തായി, x ഇൻറ്റു x1 ആരാ 7 ആണ്, പ്ലസ് y ഇൻറ്റു y1 ആരാ 2 ആണ്, 3x പ്ലസ് 3x1 x1 7 അല്ലേ, പ്ലസ് 4y പ്ലസ് 4y1 y1 2 അല്ലേ, പ്ലസ് 4. ഇതിനെ വിളിക്കുന്ന പേരാണ് ടി അല്ലെ. അപ്പൊ എന്തായി, എസ് ആയി, S1 ആയി, ടി ആയി, എസ് ആയി, S1 ആയി, ടി ആയി. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇത്രയുള്ള കാര്യം, ഇത്ര ഉള്ളത് നമ്മളെ കോണിക്കിന്റെ കാര്യം. ഓക്കെ, അപ്പൊ അത് കോണിക്കിന്റെ കാര്യം എന്നല്ല, അത് നൊട്ടേഷന്റെ കാര്യം. അപ്പൊ നൊട്ടേഷൻ എസ് എന്താണ്, S1 എന്താണ്, ടി എന്താണ് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എഗെയിൻ ഇത് ജസ്റ്റ് നൊട്ടേഷൻ ഞാൻ പറഞ്ഞുള്ളൂ, ജസ്റ്റ് നൊട്ടേഷൻ ആണ്. ഇനി ശരിക്കും പറഞ്ഞാൽ ഇനിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ടോപ്പിക്കിൽ കിടക്കുന്നത് അല്ലെ. ഇക്വേഷൻ ഓഫ് എ ടാൻജന്റ് ഇൻ പോയിന്റ് ഫോം. അടാ 3 ടൈപ്പ് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് പഠിക്കാൻ പോകുന്നത് അല്ലെ. ഒന്ന് പോയിന്റ് ഫോം ആണ്, രണ്ടാമത്തെ പാരാമെട്രിക് ഫോം ആണ്, മൂന്നാമത്തെ സ്ലോപ്പ് ഫോം ആണ്. എന്താ ടാൻജന്റ് ഇക്വേഷൻ ആണെങ്കിൽ മെയിൻ ആയിട്ട് 3 മെത്തേഡാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. ആ 3 മെത്തേഡൊക്കെയാ എന്തൊക്കെയാ, ഒന്നാണ് എന്ത് പോയിന്റ് ഫോം, രണ്ടാമത്തെ എന്താണ്, രണ്ടാമത്തെ പാരാമെട്രിക് ഫോം ആണ്, മൂന്നാമത്തെ ആരാ നോർമൽ ഫോം സ്ലോപ്പ് ഫോം ആണ് അല്ലെ. ഈ 3 ഫോംസ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. വൃത്തിയായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആദ്യം ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇൻ പോയിന്റ് ഫോം. അതായത് ഏതോ ഒരു കർവ്, ആ കർവ് സർക്കിൾ ആവാം, പരാബോള ആവാം, എലിപ്സ് ആവാം, ഹൈപ്പർബോള എന്താവട്ടോ അല്ലെ. നമ്മൾ പഠിക്കുന്ന 4 മെയിൻ ഫിഗേഴ്സ് എല്ലാവർക്കും സർക്കിൾ ഉണ്ട്, പരാബോൾ ഉണ്ട്, ഹൈപ്പർബോൾ ഉണ്ട്, എലിപ്സ് ഉണ്ട്. എല്ലാവർക്കും ഞാൻ പറയുന്ന കാര്യം ബാധക. ഇത് സർക്കിൾ മാത്രമല്ല കേട്ടോ, ഞാൻ ഈ പറയുന്ന കാര്യം എല്ലാവർക്കും ബാധക. ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇൻ പോയിന്റ് ഫോം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധക. അതായത് ഈ കർവിൽ പോയിന്റ് കിട്ടിയാൽ, കർവിൽ പോയിന്റ് ഉണ്ട് അല്ലെ, ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്തായിരിക്കും,
എന്താ അവിടെ നമുക്ക് സർക്കിൾ ആവട്ടെ, പരാബോള ആവട്ടെ, ഹൈപ്പർബോള ആവട്ടെ, എലിപ്സ് ആവട്ടെ, ഏത് ഫിഗർ ആവട്ടെ, ആ കാണുന്ന ഫിഗറിൽ ഒരു പോയിന്റ് അറിയാം അല്ലെ. അങ്ങനെയെങ്കിൽ ആ പോയിന്റിനെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ വളരെ ഈസിയാണ്. ടി ഈക്വൽ 0 ആയിരിക്കും. ഇതാണ് പോയിന്റ് ഫോം. ടി ഈക്വൽ 0. ടി എല്ലാവർക്കും അറിയാലോ, ടി എല്ലാവർക്കും അറിയാം അല്ലെ. ഞാൻ ജസ്റ്റ് എക്സാമ്പിൾസ് കാണിച്ചാൽ. അപ്പൊ എത്ര മനസ്സിലാക്കുക, ഒരു പോയിന്റ് കിട്ടിയാൽ അത് സർക്കിൾ ആവട്ടെ, പരാബോള ആവട്ടെ, ഹൈപ്പർബോള, എലിപ്സ് ആവട്ടെ, ഏതാവട്ടെ അല്ലെ, അതിൽ ഏതെങ്കിലും പോയിന്റ് ഉണ്ടെങ്കിൽ ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ കാണാൻ എന്ത് ചെയ്യുക, ടി ഈക്വൽ 0 യൂസ് ചെയ്യുക അല്ലെ. ഒരു എക്സാമ്പിൾ ആണ്, ഇതാ ഒരു പരാബോള ഉണ്ട്. ആ പരാബോള ഇക്വേഷൻ എന്താ, y² - 4x 0 ആണ് അല്ലെ. അതിലൊരു പോയിന്റ് ആണ് 2,√8. 2,√8. നമുക്ക് കാണേണ്ട എന്താ, ആ 2,√8 എന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഉണ്ട് അല്ലെ. ആ ടാൻജന്റ് ഇക്വേഷൻ കാണാം. എങ്ങനെയാണ് എടാ, ആ ടാൻജന്റ് ഇക്വേഷൻ ആണ് ഇത് ടി ഈക്വൽ 0. അപ്പൊ ഒരു പോയിന്റ് കിട്ടിയാലേ ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്താ, ടി ഈക്വൽ 0. ടി കാണുന്ന എല്ലാവർക്കും അറിയില്ലേ. എങ്ങനെയാ, ഇത് y² അല്ലേ, y² എന്താക്കുക, y ആക്കാം അല്ലെ. ഇത് -4x അല്ലേ, -4x ഞാനേ -2x നീ ഇവിടെ അല്ലെ, -2x -4x അല്ലേ, ഈക്വൽ 0 ആയി അല്ലെ. ഇനി എന്താ, 2 y-ൽ ഒരു y1 അല്ലെ, 2 x-ൽ ഒരു x ആരാ, x1. ഇതാണ് ടി അല്ലെ. സോ ടി ഈക്വൽ 0 ഇങ്ങനെ എഴുതാം അല്ലെ. ഇനി x1 ആരാ, x1 2 ആണ് മക്കളെ, y1 ആരാ, √8 ആണ്. അത് ഇതിലേക്ക് കൊടുക്കുക. അപ്പൊ എന്തായി, y × y1 ആരാ, √8 -2x -2 × x1 ആരാ, 2 ഈക്വൽ 0. ഇതാണ് ആ ടാൻജന്റ് ഇക്വേഷൻ വരിക. വളരെ ഈസി അല്ലേ അല്ലെ. അപ്പോൾ കർവിലെ പോയിന്റ് കിട്ടിയാലേ ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ വളരെ ഈസിയാ, ടി ഈക്വൽ 0 ആണ്. വേറെ എക്സാമ്പിൾ, ഇതാ ഇതൊരു എന്തായിരുന്നു, പരാബോള ആയിരുന്നു. ഇനി വേറെ സർക്കിൾ എടുക്കാം അല്ലെ. ഒരു സർക്കിൾ എടുത്തു അല്ലെ. എനിക്ക് എന്ത് വേണം, ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ കാണും അല്ലെ. പോയിന്റ് അറിയാം അല്ലെ, അവിടെ പോയിന്റ് അറിയാം, ടച്ച് ചെയ്ത് പോകുന്ന പോയിന്റ് അറിയാം അല്ലെ. പോയിന്റ് അറിഞ്ഞ ടാൻജന്റ് ഇക്വേഷൻ എന്താ, ടി ഈക്വൽ 0 അല്ലെ. അവിടെ നമുക്ക് എല്ലാവർക്കും ടാൻജന്റ് ഇക്വേഷൻ കാണാം അല്ലെ. ടാൻജന്റ് ഇക്വേഷൻ ആണെങ്കിലേ ടച്ച് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ ടച്ച് ചെയ്യുന്ന പോയിന്റ് അറിഞ്ഞാലേ ടാൻജന്റ് ഇക്വേഷൻ കാണാൻ വേറെ മെത്തേഡ് ഒന്നും യൂസ് ചെയ്യണ്ട, ടി ഈക്വൽ 0 യൂസ് ചെയ്താൽ മതി അല്ലെ. ടാൻജന്റ് ടച്ച് ചെയ്ത് പോകുന്ന എന്താ ലൈൻ അല്ലേ, ആ ടച്ച് ചെയ്ത് പോകുന്ന ലൈനിലെ ടച്ച് ചെയ്യുന്ന പോയിന്റ് കിട്ടിയാലേ അപ്പൊ ടാൻജന്റ് ഇക്വേഷൻ എന്താ, ടി ഈക്വൽ 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ ഇതിന്റെ ഇക്വേഷൻ തരാം, ടി ഈക്വൽ 0. ടി എന്താ, x² എന്താക്കുക, x × x ആക്കുക, y² എന്താക്കുക, y × y ആക്കുക, -10 0 അല്ലേ. 2x-ൽ ഒരു x x1, 2 y-ൽ ഒരു y എന്താ, y1 അല്ലെ. അപ്പൊ എന്താ, x × x1 ആരാ ഇവിടെ 3 പ്ലസ് y × y1 ആരാ 1 -10 എന്താ 0. വേണമെങ്കിൽ ഒരു എലിപ്സിന്റെ കേസ് നോക്കാം. ഒരു എലിപ്സ് ആണ്. ഈ എലിപ്സ് ഇക്വേഷൻ എന്താ, x² / 9 + y² / 4 = 1. അതിന് വേണമെങ്കിൽ എഴുതിക്കൂടെ, x² / 9 + y² / 4 ഈ 1 ഇങ്ങോട്ട് -1 അല്ലേ, 0 എന്ന് എഴുതാം. ഇതാണ് എലിപ്സ് ഇക്വേഷൻ അല്ലെ. എനിക്കിതാ ഈ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ കാണും അല്ലെ. എന്താ ടാൻജന്റ് ഇക്വേഷൻ, ടി ഈക്വൽ 0 അല്ലേ, ടി ഈക്വൽ 0 അല്ലെ. അതെങ്ങനെയാ, x² എന്താക്കാം, x × x / 9, y² എന്താ, y × y / 4 -1 അല്ലേ. 2x-ൽ ഒരു x x1, 2 y-ൽ ഒരു y എന്താ, y1 അല്ലെ. അവിടെ ഫിഗർ ഞാൻ ജസ്റ്റ് റഫ് ഫിഗർ അയച്ചോ, 3,0 ശരിക്കും ഇവിടേക്ക് വരിക അല്ലെ, ഇവിടേക്ക് വരിക. ഞാൻ റഫ് ഫിഗർ വരച്ചെന്നുള്ളൂ, വേറെ ഒന്നുമില്ലടോ, റഫ് ഫിഗർ ആണ്. അപ്പൊ എന്തോരും, x × x1 ആരാ 3 ആ, x × 3/9, y × y1 ആരാ 0/4 -1 = 0. ഇതാണ് ടി ഈക്വൽ 0. അപ്പൊ ആ ഹെഡിങ്ങിന്റെ കീഴിലെ കാര്യങ്ങൾ വൃത്തിയായിട്ട് മനസ്സിലായി വിചാരിക്കാണ്. എന്റെ ഹെഡിങ് ആയിരുന്നു എന്തായിരുന്നു, ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇൻ പോയിന്റ് ഫോം അല്ലെ. അവിടെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇൻ പോയിന്റ് ഫോം എന്ന് പറഞ്ഞാലേ എന്താണ് അർത്ഥം, ഒന്നുമില്ല, വളരെ ഈസിയാ. ഇൻ പോയിന്റ് ഫോം എന്ന് പറഞ്ഞാലേ എന്ത് കാണണം, ആ കാണുന്ന കർവിലെ പോയിന്റ് ആണ് അല്ലെ. ആ പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് ഇക്വേഷൻ ആണെങ്കിൽ എന്ത് നമുക്ക് യൂസ് ചെയ്യാം, ടി ഈക്വൽ 0 യൂസ് ചെയ്യാം, വേറെ ഒന്നുമില്ല. ഓക്കെ, അത് ക്ലിയർ ആയി വിചാരിക്കാണ്. നെക്സ്റ്റ് വൺ ഈസ് പാരാമെട്രിക് ഫോം അല്ലെ. എന്താ പാരാമെട്രിക് ഫോം എന്ന് പറഞ്ഞാൽ, ആദ്യം പാരാമെട്രിക് ഫോം പറയാം കേട്ടോ. ഓക്കെ, ഒരു എക്സാം പറഞ്ഞാൽ ഇതാ ഒരു സർക്കിൾ, ഈ സർക്കിൾ ഇക്വേഷനെ x² + y² = r² എന്ന് വിചാരിക്കും. എന്താണ് ഇതിന്റെ പാരാമീറ്റർ, ഇതിന്റെ സർക്കിൾ ഇക്വേഷൻ എന്താ, x² + y² = r² ആണ് അല്ലെ. x² + y² r² ആണെങ്കിൽ അതിന്റെ പാരാമീറ്റർ ഫോം എന്താ, x = r cos θ, y = r sin θ അല്ലേ അല്ലെ. അവിടെ നിങ്ങൾ പഠിച്ചല്ലേ സർക്കിളിന്റെ പാരാമീറ്റർ ഫോം എന്താ, x² + y² r² ആണെങ്കിൽ അതിന്റെ പാരാമീറ്റർ ഫോം എന്താ, x = r cos θ, y = r sin θ അല്ലെ. അങ്ങനെ ഈ പോയിന്റ് r cos θ, r sin θ എന്ന് വിചാരിക്കുക. ആ പോയിന്റ് r cos θ, r sin θ അല്ലെ. അങ്ങനെയെങ്കിൽ ആ പോയിന്റ് ടച്ച് ചെയ്ത് പോകുന്നത് ഈ ടാൻജന്റ് അല്ലെ. ഈ ടാൻജന്റ് ഇക്വേഷൻ കാണും
ഈസിയാ അല്ലെ, ഒന്നുമില്ല. ആദ്യം ഇതിന്റെ ഇക്വേഷൻ എന്താ? എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ അല്ലെ. ഈ പ്ലസ് ആർ സ്ക്വയർ വന്ന മൈനസ് ആർ സ്ക്വയർ അല്ലേ, 0 ആയി അല്ലെ. അത് നമുക്ക് ഈ പോയിന്റ് അറിയാം അല്ലെ. ആ പോയിന്റ് എങ്ങനെയാ? പാരാമീറ്റർ ഫോം ആർ കോസ് തീറ്റ സൈൻ തീറ്റ അല്ലെ. ആ പോയിന്റ് അറിഞ്ഞാലേ, ആ പോയിന്റ് അറിയാണെങ്കിൽ ടാൻജന്റ് കാണി വേറെ ബെത്തണമെന്നില്ല, ടി = 0 അപ്ലൈ ചെയ്താൽ മതി അല്ലെ. ആ പോയിന്റ് ആർ കോസ് തീറ്റ സൈൻ തീറ്റ അല്ലേ. ആ പോയിന്റ് അറിയാം അല്ലെ. ആ പോയിന്റ് അറിഞ്ഞാലേ ടാൻജന്റ് കാണാൻ വേണ്ടി വളരെ ഈസിയാ. എന്താ? ആർ കോസ് തീറ്റ ആ സൈൻ തീറ്റ അല്ലേ. ഐ മീൻ ആ പോയിന്റ് അറിയാലോ. ആ പോയിന്റ് ആണ് ടാൻജന്റ് എന്താ? ടി = 0 അല്ലേ അല്ലെ. അപ്പൊ എക്സ് സ്ക്വയർ എന്താവും? എക്സിന്റെ എക്സ്. വൈ സ്ക്വയർ എന്താവും? വൈ ഇൻറ്റു വൈ അല്ലെ. മൈനസ് ആർ സ്ക്വയർ 0 അല്ലേ അല്ലെ. ഇനി 2x x1 ആക്കുക അല്ലെ. 2 വൈയിൽ 1 വൈ എന്താ? y1 ആക്കുക അല്ലെ. അപ്പൊ എന്താവും? എക്സ് ഇൻറ്റു x1 ആരാ? ആർ കോസ് തീറ്റ പ്ലസ് വൈ ഇൻറ്റു y1 ആരാ? ആർ സൈൻ തീറ്റ മൈനസ് ആർ സ്ക്വയർ 0 അല്ലേ അല്ലെ. വേണമെങ്കിൽ എല്ലാത്തിനും ഒരു ആർ ഡിവൈഡ് ചെയ്യാം, ആർ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് എന്ത് മെത്തേഡ്. ഇതും പുതിയ മെത്തേഡ് ഒന്നല്ല അല്ലെ. അവിടെ ഇവിടെ ശരിക്കും എന്താ, നേരത്തെ ഞാൻ ഇവിടെ വെച്ച് നിർത്തി അല്ലെ. അവിടെ നേരത്തെ ഞാൻ ഇത്ര എഴുതി നിർത്തി അല്ലെ. ഇവിടെ ആ പോയിന്റ് ആരാ? ഈ x1 y1 ഇവിടെ ആരാ? പാരാമീറ്റർ ഫോമാ ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ അല്ലെ. അപ്പൊ x1 പകരം ആരെ കൊടുക്കാം? ആർ കോസ് തീറ്റ കൊടുക്കാം. y1 പകരം ആരെ കൊടുക്കാം? ആ സൈൻ തീറ്റ കൊടുക്കാം. വേറെ ഒന്നുമില്ല, വേറെ ഒന്നും അവിടെ ചെയ്യല്ല. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയി വിചാരിക്കാണ്. അങ്ങനെയെങ്കിലേ അപ്പൊ ഇതെന്താ ഇക്വേഷൻ? ഞാൻ വേണമെങ്കിൽ ചെറുതാക്കണേ. ഇതിപ്പോ എന്താ ഇക്വേഷൻ? എല്ലായിടത്തും ഒരു ആറ് കട്ട് ചെയ്യാണ്. അപ്പൊ ഈ ആറ് പോയി, ഈ ആറ് പോയി, ആർ സ്ക്വയർ ഒരു ആറ് പോയി. അപ്പൊ എന്തായി? എക്സ് കോസ് തീറ്റ പ്ലസ് അല്ലെങ്കിൽ കോസ് തീറ്റ എക്സ് പ്ലസ് സൈൻ തീറ്റ വൈ മൈനസ് ആർ എന്താ? 0 അല്ലെ. ശരിക്കും ഞാൻ ടാൻജന്റ് പറയുകയാണെങ്കിൽ അവിടെ നോർമൽ വേറെ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറ, ഇതല്ല നോർമൽ, ഇതല്ല നോർമൽ അല്ലെ. ടാൻജന്റ് പെർപെൻഡിക്കുലർ ആയിട്ട് ആ മീറ്റ് ചെയ്യുന്ന പോയിന്റ് വരക്കുന്ന ലൈനല്ല നോർമൽ. എങ്ങനെയായിരിക്കും നോർമൽ ഇക്വേഷൻ കാണാം? എന്തെങ്കിലും ആലോചിക്കുക. എടാ നോർമൽ ലൈൻ എന്ന് നിങ്ങൾ ആലോചിക്കണം. നിങ്ങൾ എഗെയിൻ ഇത് ബൈ ഹാർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ആലോചിക്കുക. നോർമൽ എന്ന് പറഞ്ഞ ലൈൻ അല്ലേ അല്ലെ. അവിടെ ലൈനിന്റെ ഇക്വേഷൻ ആണെങ്കിൽ പാസ് ചെയ്യുന്ന പോയിന്റും സ്ലോപ്പും കിട്ടിയാൽ പോരെ അല്ലെ. അവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഓൾറെഡി അറിയാം, ആരാ? ആർ കോസ് തീറ്റ ആർ സൈൻ തീറ്റ. ഇനി എന്ത് കിട്ടിയാൽ മതി? സ്ലോപ്പ് കിട്ടിയാൽ പോരെ. എങ്ങനെ സ്ലോപ്പ് ആണോ? എടാ ടാൻജന്റ് സ്ലോപ്പ് നമുക്ക് കിട്ടും. എങ്ങനെയാ? ഈ പറ, ഇതിന്റെ ടാൻജന്റ് സ്ലോപ്പ് എന്താ? എടാ ടാൻജന്റ് സ്ലോപ്പ് ആണെങ്കിൽ ഇത് ax പ്ലസ് ബി വൈ, ax പ്ലസ് ബി വൈ പ്ലസ് c0 അല്ലേ അല്ലെ. മക്കളെ ax പ്ലസ് ബി വൈ പ്ലസ് c0 ആണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എന്താ? മൈനസ് a/b അല്ലേ അല്ലെ. അവിടെ ഇത് ടാൻജന്റ് ഇക്വേഷൻ അല്ലേ അല്ലെ. അപ്പൊ ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷൻ, ടാൻജന്റ് ലൈനിന്റെ ഇക്വേഷനാ. ഒരു ലൈനിന്റെ ഇക്വേഷൻ കിട്ടിയാലേ അവിടെ സ്ലോപ്പ് എങ്ങനെയാണ്? മൈനസ് a/b അല്ലേ അല്ലെ. അപ്പൊ ഇതിന്റെ സ്ലോപ്പ് എന്താ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആരാ? മൈനസ് a കോസ് തീറ്റ ബൈ b സൈൻ തീറ്റ. ഇതല്ലേ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് വരാ. ഇതെല്ലാം മക്കളെ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് വരാ. എങ്ങനെയാടാ? എടാ ടാൻജന്റ് ഇക്വേഷൻ, സപ്പോസ് ഒരു ലൈനിന്റെ ഇക്വേഷനെ ax പ്ലസ് ബി വൈ പ്ലസ് c0 ആണെങ്കിൽ ആ ലൈനിന്റെ സ്ലോപ്പ് എന്താ? മൈനസ് a/b ആ അല്ലെ. ഇവ ടാൻജന്റ് ഇക്വേഷൻ എന്ത് കിട്ടി? കോസ് തീറ്റ എക്സ് പ്ലസ് സൈൻ തീറ്റ വൈ മൈനസ് ആർ എന്താ? 0 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ടാൻജന്റ് സ്ലോപ്പ് എന്താ? മൈനസ് a/b അല്ലേ. സോ മൈനസ് ഓഫ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ ആണ് ദ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അല്ലെ. നമുക്ക് എല്ലാവർക്കും വരാം. ടാൻജന്റും നോർമലും പരസ്പരം പെർപെൻഡിക്കുലർ അല്ലെ. രണ്ട് ലൈൻസ് പെർപെൻഡിക്കുലർ m1 × m2 - 1 അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ടാൻജന്റും നോർമലും പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് സ്ലോപ്പ് ഓഫ് ടാൻജന്റ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്താ? -1 ആണ് അല്ലെ. ഈ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആരാ? മൈനസ് കോസ് തീറ്റ ബൈ സൈൻ തീറ്റ അല്ലേ അല്ലെ. സ്ലോപ്പ് ഓഫ് നോർമൽ അറിയില്ല, ഇതായിരിക്കും -1 അല്ലേ. ഈ മൈനസും കട്ട് ചെയ്യാം അല്ലെ. അങ്ങനെ സ്ലോപ്പ് ഓഫ് നോർമൽ എന്താ തരാ? ഇത് സൈൻ തീറ്റ, ഇതെന്ന് കോസ് തീറ്റ അല്ലേ. അപ്പൊ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ് അല്ലെ. സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ അല്ലേ അല്ലെ. അപ്പൊ സ്ലോപ്പ് ഓഫ് നോർമൽ ഇവിടെ ആരാ? ടാൻ തീറ്റ ആണ്. സ്ലോപ്പ് ഓഫ് നോർമൽ ആരാ? ടാൻ തീറ്റ അല്ലെ. അങ്ങനെയെങ്കിൽ നോർമൽ ഇക്വേഷൻ വളരെ ഈസി ആണ്. എങ്ങനെയാ? നോർമൽ പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ? ആർ കോസ് തീറ്റ കോമ സൈൻ തീറ്റ അല്ലേ. ഈ ലൈനിന്റെ ഇക്വേഷൻ നീ കാണേണ്ടത് അല്ലെ. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ? ആർ കോസ് തീറ്റ കോമ ആ സൈൻ തീറ്റ. ആ ലൈനിന്റെ സ്ലോപ്പ് എന്താ? ടാൻ തീറ്റ അല്ലെ. ഇനി ആ ലൈനിന്റെ ഇക്വേഷൻ കാണാൻ എങ്ങനെയാ? അവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, സ്ലോപ്പ് ഉണ്ട്. അപ്പൊ ലൈനിന്റെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 = m × x മൈനസ് x1. അടാ നോർമൽ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോട്ടോ. അവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട്, ആർ കോസ് തീറ്റ സൈൻ തീറ്റ. അതിന്റെ സ്ലോപ്പ് ഉണ്ട് എന്താണ്? ടാൻ തീറ്റ. അപ്പൊ അതിന്റെ ഇക്വേഷൻ എന്താ? y മൈനസ് y1 ആരാ? ആ സൈൻ തീറ്റ. m × m ആരാ? ടാൻ തീറ്റ. x മൈനസ് x1 ആരാ? ആർ കോസ് തീറ്റ. ഇതായിരിക്കുന്നത് അതിന്റെ നോർമൽ ഇക്വേഷൻ അല്ലെ. അവിടെ ശരിക്കും പറഞ്ഞാലേ ടാൻജന്റ് ഇക്വേഷൻ കിട്ടിയപ്പോൾ നോർമൽ ഇക്വേഷൻ കാണാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം എന്താ? ടാൻജന്റ് സ്ലോപ്പ് ആണ് വളരെ ഈസി അല്ലേ. ടാൻജന്റ് ഇക്വേഷൻ കിട്ടിയാലേ ആ ഇക്വേഷൻ ax പ്ലസ് ബി വൈ പ്ലസ് c0 ആണെങ്കിൽ മൈനസ് a/b അല്ലേ ടാൻജന്റ് സ്ലോപ്പ് വരിക അല്ലെ. ടാൻജന്റ് സ്ലോപ്പ് കിട്ടിയാലേ mt × mn -1 ആണ്ടേ
അല്ലെ? കാരണം രണ്ടും പെർപെൻഡിക്കുലർ, രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ M1 × M2 -1 ആണ് അല്ലെ? അപ്പൊ ടാൻജന്റ് സ്ലോപ്പും നോർമലിലെ സ്ലോപ്പും മൾട്ടിപ്ലൈ ചെയ്താൽ -1 കിട്ടണം അല്ലെ? അത് യൂസ് ചെയ്താൽ നോർമൽ സ്ലോപ്പ് കിട്ടി അല്ലെ? അപ്പൊ നോർമലിലെ സ്ലോപ്പും കിട്ടി, നോർമൽ പാസ് ചെയ്യുന്ന പോയിന്റ് കിട്ടി അല്ലെ? പോയിന്റ് സ്ലോപ്പും അപ്ലൈ ചെയ്ത പോലെ ഇക്വേഷൻ ഓഫ് നോർമൽ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് മെത്തേഡ്. ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കട്ടോ, ഈ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുക. ഇത് സർക്കിളിന്റെ കേസാ അല്ലെ? ഇതേപോലെ ഞാൻ എന്ത് ചെയ്യാം, വേണമെങ്കിൽ പരാബോള യൂസ് ചെയ്താൽ ഇതാ പരാബോള അല്ലെ? ഈ പരാബോള ഇക്വേഷനെ y² 4x ആണ് വിചാരിക്കും. y² എന്താ 4x അല്ലെ? അങ്ങനെയെങ്കിൽ ആ പരാബോള പാരാമീറ്റർ ഫോം എന്താ AT² 2AT അല്ലേ? അല്ലെ? y² 4x ആണെങ്കിൽ അത് റൈറ്റ് വേർഡ് പരാബോളയാ അല്ലെ? റൈറ്റ് വേർഡ് പരാബോള പാരാമീറ്റർ ഫോം എന്താ AT² 2AT അല്ലേ? അല്ലെ? അപ്പൊ ഈ പോയിന്റ് ഞാൻ AT² 2AT ആക്കി എടുത്തു. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്തായിരിക്കും? നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ആ പോയിന്റിലൂടെ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്തായിരിക്കും? എടാ, പോയിന്റ് അറിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട, ടാൻജന്റ് ഇക്വേഷൻ എന്താ t = 0 ആണ്. എടാ, കർവിലെ പോയിന്റ് അറിഞ്ഞാൽ ആ പോയിന്റിലൂടെ ടച്ച് ചെയ്ത് പോകുന്ന ടാൻജന്റ് അല്ലേ? ആ ടാൻജന്റ് ഇക്വേഷൻ എന്താ t = 0 ആണ് അല്ലെ? ഇതെന്താ ശരിക്ക്? ഈ 4x y² - 4x അല്ലേ? 0 അല്ലെ? അപ്പൊ ഇതിന് എങ്ങനെയാക്കാം? എന്താ t വരാ? y² ഞാൻ y × y ആക്കാം അല്ലെ? -4x പറഞ്ഞാൽ -2x അല്ലേ? 2 y ഒരു y വേണം അല്ലെ? 2x ഒരു x എന്താ x1 അല്ലെ? അപ്പൊ എന്തായി y × y1 ആരാ 2AT ആ, -2x -2a × x1 ആരാ AT² ആ. ഇത് = 0 അല്ലേ? പല ആൾക്കാർ ഇത് ബൈഹാർട്ട് ചെയ്യാൻ ഒരു ആവശ്യമില്ലല്ലോ, ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വെച്ചാൽ പോരെ അല്ലെ? അപ്പൊ അതാണ് ടാൻജന്റ് ഇക്വേഷൻ അല്ലെ? ആ ടാൻജന്റ് ഇക്വേഷൻ കിട്ടിയപ്പോൾ നോർമൽ ഇക്വേഷൻ എന്താ? അത് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കാരണം എന്താ, ഇതായിരിക്കും നോർമൽ വരിക അല്ലെ? ആ നോർമൽ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ട് ഇവിടെ അല്ലെ? ഈ നോർമലിലെ സ്ലോപ്പ് കിട്ടിയാൽ മതി. അതെങ്ങനെ കിട്ടാ? ഇവിടുന്ന് കിട്ടൂലേ അല്ലെ? ഇവിടുന്ന് ആര് കിട്ടും? എനിക്ക് ടാൻജന്റ് സ്ലോപ്പ് കിട്ടും അല്ലെ? ആ ടാൻജന്റ് സ്ലോപ്പ് കിട്ടിയാലേ MT × Mn -1 അത് യൂസ് ചെയ്താൽ നോർമൽ സ്ലോപ്പ് കിട്ടൂലേ? വളരെ ഈസിയാണ് അല്ലെ? വേണേ ഇവിടെ എഴുതി നോക്കാം. ഇതൊന്ന് ചെറുതാക്കി വേണമെങ്കിലേ ഇവിടെ എനിക്ക് ആരെ കട്ട് ചെയ്യാം? 2a കട്ട് ചെയ്യാം. സോ ബാക്കി എന്താ? yt -2x -2AT² എന്താ 0 അല്ലെ? വേണമെങ്കിൽ മൊത്തം ടേമിന് ഞാൻ ഒരു -1 മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? അപ്പൊ എന്താ -2x എന്താ +2x +yt എന്താ -ty -yt then -2AT² അല്ലേ? ഇതെന്താ 0 അല്ലെ? അങ്ങനെയെങ്കിൽ പറ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് ആരാ? സ്ലോപ്പ് ഓഫ് ടാൻജന്റ് അത് ലൈൻ്റെ ഇക്വേഷനാ. ലൈൻ്റെ ഇക്വേഷൻ ഏത് ഫോമുല? ax + by + c = 0. ആ ഫോമുല ലൈൻ്റെ ഇക്വേഷൻ അല്ലെ? എടാ, ax + by + c 0 ആണ് ലൈൻ്റെ ഇക്വേഷൻ എങ്കിൽ ആ ലൈൻ്റെ സ്ലോപ്പ് -a/b അല്ലേ? അല്ലെ? അപ്പൊ ഈ ലൈൻ്റെ സ്ലോപ്പ് എന്താ? -a/b -2/b എന്താ -t അല്ലെ? അപ്പം -2/- -t 2/t അല്ലേ? അപ്പൊ സ്ലോപ്പ് ടാൻജന്റ് ആരാ? 2/t ആണ്. ആരാ? 2/t ആണ് അല്ലെ? അത് കിട്ടിയെന്ന് വിചാരിക്കാണ്. ആ 2/t സ്ലോപ്പാണ്. ഈ സ്ലോപ്പ് ടാൻജന്റ് ആണെങ്കിൽ സ്ലോപ്പ് നോർമൽ എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും ടാൻജന്റും നോർമലും പരസ്പരം പെർപെൻഡിക്കുലർ ആണ് അല്ലെ? പെർപെൻഡിക്കുലർ നമ്മളെ അത് മൾട്ടിപ്ലൈ -1 ഉണ്ട് അല്ലെ? രണ്ട് ലൈൻ പെർപെൻഡിക്കുലർ ആണെങ്കിൽ സ്ലോപ്പും മൾട്ടിപ്ലൈ -1 കിട്ടണം അല്ലെ? സോ സ്ലോപ്പ് ഓഫ് ടാൻജന്റ് സ്ലോപ്പ് ഓഫ് നോർമൽ എന്താ? -1 ആണ് അല്ലെ? ഇനി സ്ലോപ്പ് ഓഫ് ടാൻജന്റ് എന്താ? 2/t അല്ലേ? സോ 2/t × സ്ലോപ്പ് ഓഫ് നോർമൽ ആരാ? -1 അല്ലെ? അപ്പൊ സ്ലോപ്പ് ഓഫ് നോർമൽ എന്താ? -t/2 അല്ലേ? -t/2. ഇനി ഈസി അല്ലേ അല്ലെ? അവിടെ ഇതല്ലേ നോർമൽ? ഈ നോർമൽ ഇക്വേഷൻ വരിക പാസ് ചെയ്യുന്ന പോയിന്റ് AT² 2AT അല്ലേ? പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ? AT² 2AT അല്ലെ? പാസ് ചെയ്യുന്ന പോയിന്റ് എന്താ സ്ലോപ്പ് ഉണ്ട്. അപ്പൊ അതിന്റെ ഇക്വേഷൻ വരിക y - y1. സോ y - 2AT. m × m ആരാ? -t/2. x - x1 AT² അല്ലേ? ഇതായിരിക്കും സ്ലോപ്പ് ഓഫ് നോർമൽ വരിക. സോ സ്ലോപ്പ് അല്ല, ഇക്വേഷൻ നോർമൽ വരിക അല്ലെ? ഇത് ഫസ്റ്റ് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ, ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ പിന്നെ ഒരു ബുദ്ധിമുട്ടില്ല. ഇത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. ഇതാണ് ഐഡിയ അല്ലെ? അപ്പൊ എന്താ? ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇക്വേഷൻ ഓഫ് നോർമൽ ആയി അല്ലെ? അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ടാൻജന്റ് ഇക്വേഷൻ പറഞ്ഞാൽ പിന്നെ നോർമൽ ഇക്വേഷൻ വളരെ ഈസിയാ. ആ ഒരു ഐഡിയ മനസ്സിലാക്കുക അല്ലെ? സ്ലോപ്പ് ടാൻജന്റ് ഇക്വേഷൻ പറഞ്ഞാൽ പിന്നെന്താണ്? നോർമൽ ഇക്വേഷൻ വളരെ ഈസിയാണ്. അത് മനസ്സിലാക്കാൻ മാത്രമാണ്. അപ്പൊ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വൺ ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ വെച്ചാൽ എലിപ്സ്. ഇവിടെ ഇനി നോർമലിന്റെ ഇക്വേഷൻ പറയില്ല കേട്ടോ, ഓൾറെഡി പറഞ്ഞാണ് അല്ലെ? ഇത് എലിപ്സ് ആണ്. ഈ എലിപ്സിന്റെ ഇക്വേഷനെ x² / a² + y² / b² = 1 ആണ് വിചാരിക്കുക. ആ 1 -1 അല്ലേ? x² / a² + y² / b² = 1 ആണ്. ആ 1 -1 ആവില്ലേ? 0 അല്ലെ? അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് എന്താണ് മക്കളെ? ഈ കാണുന്ന എലിപ്സിന്റെ പാരാമീറ്റർ ഫോം. എലിപ്സിന്റെ പാരാമീറ്റർ ഫോം a cos θ b sin θ അല്ലേ?
അല്ലെ. അങ്ങനെ ഈ പോയിന്റ് എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്ന് വിചാരിക്കും അല്ലെ. എലിപ്സിന്റെ പാരാമെട്രിക് ഫോം എന്താ? എ കോസ് തീറ്റ ബി സൈൻ തീറ്റ ആണ്. അപ്പൊ ആ പോയിന്റ് എ കോസ് തീറ്റ ബി സൈൻ തീറ്റ എന്ന് വിചാരിക്കുക അല്ലെ. അങ്ങനെയെങ്കിൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ ആയിരിക്കും. എഗെയിൻ ഞാൻ പറഞ്ഞു ആ പോയിന്റ് നമുക്കറിയാലോ അല്ലെ. ആ പോയിന്റ് അറിഞ്ഞാലേ പോയിന്റ് അറിയാമെങ്കിൽ ആ ടാൻജന്റ് ഇക്വേഷൻ ടി = 0 അല്ലേ അല്ലെ. ടി എങ്ങനെ ഇതാ അവിടെ എക്സ് സ്ക്വയർ എന്താക്കാം? എക്സ് ഇൻറ്റു എക്സ് ആക്കാം ബൈ എ സ്ക്വയർ. വൈ സ്ക്വയർ എന്താക്കാം? വൈ ഇൻറ്റു വൈ ആക്കാം ബൈ ബി സ്ക്വയർ. -1 0 അല്ലേ അല്ലെ. 2x ഒരു എക്സ് x1, 2y ഒരു y എന്താ y1 അല്ലെ. ഇനി എന്താ? എക്സ് ഇൻറ്റു x1 ആരാ? എ കോസ് തീറ്റ ബൈ എ സ്ക്വയർ. y ഇൻറ്റു y1 ആരാ? ബി സൈൻ തീറ്റ ബൈ ബി സ്ക്വയർ. -1 എന്താ? 0. ഇതല്ല ടാൻജന്റ് ഇക്വേഷൻ വരാ. ഇതേപോലെ നോർമൽ ഇക്വേഷൻ കാണാം. എങ്ങനെയാ? ഇവിടെ നിന്ന് -a/b യൂസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നോർമൽ ടാൻജന്റ് സ്ലോപ്പ് കിട്ടും. ടാൻജന്റ് സ്ലോപ്പ് കിട്ടിയാൽ mt × mn -1 ആണ്. അത് വെച്ച് നോർമൽ സ്ലോപ്പ് കിട്ടും. നോർമൽ സ്ലോപ്പ് കിട്ടി നോർമൽ പാസ് ചെയ്യുന്ന പോയിന്റ് അറിയാം, സ്ലോപ്പ് അറിയാം, പോയിന്റ് സ്ലോപ്പ് ഫോം അറിയാം. ഓക്കെ, വേറെ ഒന്നും അവിടെ യൂസ് ചെയ്യുന്നില്ല. അപ്പൊ ഇതാണ് ഐഡിയ. ലാസ്റ്റ് കേസ് ഹൈപ്പർബോള അല്ലെ. എന്താ ഹൈപ്പർബോള കേസ് വരാ? ഇതാണ് ഹൈപ്പർബോള എന്ന് വിചാരിക്കുക അല്ലെ. ഈ ഹൈപ്പർബോള ഇക്വേഷനെ x² - y² - b² 1 = 1 ആണെന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ഹൈപ്പർബോളിന്റെ പാരാമെട്രിക് ഫോം എന്താ? a sec തീറ്റ b tan തീറ്റ അല്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്തായിരിക്കും? എഗെയിൻ ആ പോയിന്റ് അറിയാം അല്ലെ. ആ പോയിന്റ് അറിഞ്ഞാലേ ടാൻജന്റ് ഇക്വേഷൻ ടി = 0 അല്ലേ അല്ലെ. അപ്പൊ എന്താ? x² എന്താക്കുക? x ഇൻറ്റു x ബൈ a സ്ക്വയർ മൈനസ് y² എന്താക്കുക? y ഇൻറ്റു y ബൈ b സ്ക്വയർ. ഈ 1 എന്ന -1 അല്ലേ? 0. 2x ഒരു എക്സ് x1, 2y ഒരു y എന്താ? y1 അല്ലെ. ഇനി എന്താ? x ഇൻറ്റു x1 ആരാ മക്കളെ? a sec തീറ്റ അല്ലേ ബൈ a സ്ക്വയർ മൈനസ് y ഇൻറ്റു y1 ആരാ? b tan തീറ്റ അല്ലേ ബൈ b സ്ക്വയർ. -1 എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇതാണ് ഐഡിയ. ഈ ഐഡിയ വൃത്തിയായിട്ട് മനസ്സിലാക്കണേ. എടാ ശരിക്കേ 2 ഫോംസ് ഓഫ് ഇക്വേഷനും ടാൻജന്റ് ഇപ്പൊ പഠിച്ച് അല്ലെ. അതിൽ ഒരുപാട് സബ് കേസുകൾ ടാൻജന്റ് ഇത് നമ്മൾ എവിടെ പഠിച്ചു? അതായത് എലിപ്സിന്റെ കേസ് പഠിച്ചു, ഹൈപ്പർബോളിന്റെ കേസ് പഠിച്ചു, അതുപോലെ പാരാബോളിന്റെ കേസ് പഠിച്ചു, അങ്ങനെ പഠിച്ചു അല്ലെ. അതങ്ങനെ ഡിഫറെന്റ് ആയി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ശരിക്കും പറഞ്ഞാലേ ഇവിടെ ആകെ എന്തേ പഠിച്ചുള്ളൂ? ടാൻജന്റ് ഇക്വേഷൻ. അതായത് ടാൻജന്റിലെ അതായത് ഒരു കർവിലെ ഒരു പോയിന്റ് അറിഞ്ഞാലേ ആ പോയിന്റിലൂടെ വരക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്താ? ടി = 0 ആണ്. അത് മാത്രമേ യൂസ് ചെയ്തുള്ളൂ അല്ലെ. ദെൻ രണ്ടാമത് പാരാമെട്രിക് ഫോം ആണ് അല്ലെ. അതായത് പരാബോള ആണെങ്കിലും സർക്കിൾ ആണെങ്കിലും ഹൈപ്പർബോള ആണെങ്കിലും എലിപ്സ് ആണെങ്കിലും അതിന് പാരാമെട്രിക് ഫോം ഉണ്ട് അല്ലെ. ആ പാരാമെട്രിക് ഫോം യൂസ് ചെയ്തുള്ള ഇക്വേഷൻ പഠിച്ചു. ഓക്കെ, ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കണേ. ഓക്കെ, അപ്പൊ നമ്മളെ ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇൻ പോയിന്റ് ഫോം പഠിച്ചു, പാരാമെട്രിക് ഫോം പഠിച്ചു അല്ലെ. 2 പേരുണ്ടെങ്കിൽ രണ്ടും ശരിക്കും എന്താ? ടി = 0 ആണ് അല്ലെ. അവിടെ പോയിന്റ് ഫോം ആണെങ്കിൽ പോലും പാരാമെട്രിക് ഫോം ആണെങ്കിൽ പോലും ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ആരാ? ടി = 0 ആണ് അല്ലെ. ഞാൻ ഈ പറയാൻ പോകുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഇൻ സ്ലോപ്പ് ഫോം ആണ് അല്ലെ. ഇത് പറയുന്ന മുമ്പേ നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാം? ഞാൻ ആ ടോപ്പിക് അടക്കാം അല്ലെ. അതായത് കർവ് ഏതും ആവട്ടെ, കർവ് സർക്കിൾ ആവട്ടെ, പരാബോള ആവട്ടെ, എലിപ്സ് ആവട്ടെ, ഹൈപ്പർബോള ആവട്ടെ അല്ലെ. ലൈൻസ് സർക്കിൾ ആണെങ്കിൽ ചിലപ്പോൾ ലൈന് പുറത്താവാം, ലൈന് അല്ലെ ലൈനെ ടച്ച് ചെയ്ത് വരാം, അല്ലെ കംപ്ലീറ്റ് ലൈനിന്റെ ഉള്ളിലാവും. ലൈൻ എന്താവും? സർക്കിളിന്റെ ഉള്ളിലാവാം അല്ലെ. അവിടെ ലൈനും സർക്കിളും നോക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കംപ്ലീറ്റ് സർക്കിളിന്റെ പുറത്ത് ലൈൻ ആവാം അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം? സർക്കിളിൽ ടച്ച് ചെയ്ത് ലൈൻ പോവാം അല്ലെ, അല്ലെങ്കിൽ സർക്കിളിൽ കട്ട് ചെയ്ത് ലൈൻ പോവാം അല്ലെ. ഈ 3 ഓപ്ഷൻസ് അല്ലേ ലൈനുള്ളത് അല്ലെ. ഒന്നെങ്കിൽ ലൈൻ എന്ത് ചെയ്യാം? കംപ്ലീറ്റ് ആയിട്ട് പുറത്തൂടെ പോവാം അല്ലെ, അല്ലെങ്കിൽ ലൈൻ എന്ത് ചെയ്യാം? ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം അല്ലെ, അല്ലെങ്കിൽ ലൈൻ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് പോവാം അല്ലെ. ഈ 3 ഓപ്ഷനാണ് ലൈൻ ഉള്ളത് അല്ലെ. അതേപോലെ ഇവിടെ എങ്ങനെയാവാം? ലൈൻ ഒന്നെങ്കിലും ചെയ്യാം കംപ്ലീറ്റ് പുറത്താവും അല്ലെ, അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്ത് പോവാം. ടച്ച് ചെയ്ത് പോയത് ടാൻജന്റ് ആയി അല്ലെ, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കട്ട് ചെയ്ത് പോവാം അല്ലെ. ഇവിടെ അഗെയിൻ ലൈൻ പുറത്താവാം, ടച്ച് ചെയ്യാം, ടച്ച് ചെയ്ത് പോവാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് പോവാം അല്ലെ. ഇവിടെയോ കംപ്ലീറ്റ്ലി പുറത്താവും അല്ലെ, ടച്ച് ചെയ്ത് പോവാം. ഇത് ടച്ച് ചെയ്യാണ്, അപ്പൊ ഇത് കട്ട് ചെയ്ത് പോവാം. ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ട് അല്ലെ. നമുക്ക് ഒരു ലൈനും ഒരു സർക്കിൾ ഒരു കർവ് വന്നു, ഒരു ലൈനും ഒരു കർവ് വന്നു അല്ലെ. ഒരു എക്സാമ്പിൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഇതൊരു എന്താണ്? ഒരു എലിപ്സ് ആണ്. ആ എലിപ്സിന്റെ ഇക്വേഷനെ y² 4x ആണ് വിചാരിക്കും. ആ എലിപ്സിന്റെ ഇക്വേഷൻ y² 4x അല്ലെ. വേറൊരു ലൈൻ ഉണ്ട്. ഈ ലൈനെ y = mx + c ലൈൻ ആരാ? y = mx + c അല്ലെ. ഈ ലൈന് ഇതിനെ
ടച്ച് ചെയ്യുന്നുണ്ടോ കട്ട് ചെയ്യുന്നുണ്ടോ അതോ കംപ്ലീറ്റ്ലി പുറത്താണോ നിങ്ങൾ തിരിച്ചറിയാൻ പറ്റുക? എന്താണ് എടാ എൻ്റെ കയ്യിലൊരു ലൈൻ ഉണ്ട് അല്ലെ, അതേപോലെ എൻ്റെ കയ്യിലൊരു പരാബോൾ ഉണ്ട്. ആ പരാബോള ആ ലൈന് ടച്ച് ചെയ്യുന്നുണ്ടോ അതോ കട്ട് ചെയ്യുന്നുണ്ടോ അതോ കംപ്ലീറ്റ്ലി പുറത്താണോ? എടാ ഇത് കംപ്ലീറ്റ്ലി പുറത്തല്ലേ, ഇത് ടച്ച് ചെയ്യുന്നില്ലേ അല്ലെ, ഇത് കംപ്ലീറ്റ്ലി ഉള്ളിലല്ലേ, ഇൻറ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനെ ആവാം അല്ലെ ഇങ്ങനെ ആവാം അല്ലെ. ഇതിൽ ഏതാണ് എങ്ങനെ തിരിച്ചറിയാം? ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ വെച്ച് ചെയ്യാട്ടോ, ഒരു എക്സാമ്പിൾ വെച്ച് ചെയ്യാണ് സംഭവത്തുള്ളൂ. ഒരു എക്സാമ്പിൾ y² 4x അല്ലെ, ലൈനെ y = x+2 എന്ന് വിചാരിക്കും അല്ലെ. എന്റെ ചോദ്യം, ഈ കാണുന്ന പരാബോളിനെ ഈ കാണുന്ന ലൈന് കട്ട് ചെയ്യാണോ ടച്ച് ചെയ്യാണോ അതോ കംപ്ലീറ്റ് പുറത്താണോ അല്ലെ. അവിടെ എന്താണ്, എൻ്റെ കയ്യിൽ ഒരു പരാബോൾ ഉണ്ട് അല്ലെ, എൻ്റെ കയ്യിൽ ഒരു ലൈൻ ഉണ്ട്. ഈ ലൈന് കംപ്ലീറ്റ്ലി പരാബോള പുറത്താണോ അതോ ടച്ച് ചെയ്യാണോ അതോ ഇന്റർസെക്റ്റ് ചെയ്യാണോ എന്നറിയണം അല്ലെ. അതെങ്ങനെ ചെയ്യാം? അത് ചെയ്യണമെങ്കിലേ ഈ രണ്ടാളെ സോൾവ് ചെയ്താൽ മതി. എടാ സാധാരണ രണ്ട് കർവുകൾ സോൾവ് ചെയ്യുമ്പോഴേ ആ രണ്ട് കർവുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലെ കിട്ടുക അല്ലെ. അവിടെ സാധാരണ രണ്ട് കർവുകൾ സോൾവ് ചെയ്യുമ്പോഴേ ആ രണ്ട് കർവുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടുക അല്ലെ. അവിടെ ഇന്റർസെക്റ്റ് ചെയ്യുന്ന രണ്ട് പോയിന്റ് കിട്ടിയാലേ അതിങ്ങനെ വരിക അല്ലെ. ഇന്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് കിട്ടിയാലേ അതിങ്ങനെ വരിക അല്ലെ. ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടില്ലെങ്കിൽ അത് ടച്ച് ചെയ്യുന്നില്ല അല്ലെ. എന്താ എടാ രണ്ട് കർവുകളുടെ ഇക്വേഷൻ സോൾവ് ചെയ്താലേ ആ രണ്ട് കർവുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് കിട്ടും അല്ലെ. അഥവാ രണ്ട് പോയിന്റ് കിട്ടിയാൽ ആ രണ്ട് കർവ് സോൾവ് ചെയ്യുമ്പോൾ രണ്ട് പോയിന്റ് കിട്ടിയാലേ അത് രണ്ട് പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. സോൾവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു പോയിന്റിൽ ഇന്റർസെക്റ്റ് ചെയ്യുന്നുള്ളൂ അല്ലെ. എടാ അത് സോൾവ് ചെയ്യുമ്പോഴേ പോയിന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ അത് ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. ഞാൻ എക്സാമ്പിൾ വെച്ചാൽ ഇത് സോൾവ് ചെയ്യണേ, ഇതിലേക്ക് ഇട്ട് കൊടുത്തു. അപ്പൊ എന്തായി, ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്താ y² അല്ലേ, y എന്താ x+2 അല്ലേ, y² എന്താ x+2² 4x അല്ലേ. എടാ x+2² പറഞ്ഞാലേ x² + 4x + 4 അല്ലേ = 4x അല്ലെ. ഈ 4x കട്ട് ചെയ്യുക, അപ്പൊ x² എന്താ -4 അല്ലേ അല്ലെ. അവിടെ x² -4 ആവില്ലല്ലോ, x² നെഗറ്റീവ് ആവില്ല. x² അഥവാ നെഗറ്റീവ് ആണെങ്കിലേ അവിടെ x² അഥവാ നെഗറ്റീവ് ആണെങ്കിലേ അതിന്റെ അർത്ഥം എന്താ, കോംപ്ലക്സ് റൂട്ട് റിയൽ സൊല്യൂഷൻ ഇല്ല. അതിന്റെ അർത്ഥം എന്താ, എക്സിന് പോസിബിൾ വാല്യൂ ഇല്ല, എക്സ് ഇല്ല അല്ലെ. എക്സ് ഇല്ല എന്ന് പറഞ്ഞാൽ അവിടെ കൂട്ടിമുട്ടുന്നില്ല എന്നർത്ഥം, അവിടെ എന്ത് ചെയ്യുന്നില്ല, കൂട്ടിമുട്ടുന്നില്ല എന്നർത്ഥം അല്ലെ. അപ്പൊ കാര്യം നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കാണ്. അപ്പൊ ഐഡിയ എന്താ എടാ, സിമ്പിൾ ലോജിക്കാണ്. രണ്ട് കർവുകൾ ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നിങ്ങനെ തിരിച്ചറിയാം, ആ രണ്ട് കർവ് സോൾവ് ചെയ്യുക അല്ലെ. ആ സോൾവ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് കിട്ടിയാൽ ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട്, ഒരു പോയിന്റ് ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. രണ്ട് പോയിന്റ് കിട്ടിയാൽ രണ്ട് പോയിന്റ് ഇന്റർസെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെ. അവിടെ പോയിന്റ് ഒന്നും കിട്ടിയില്ലെങ്കിൽ കംപ്ലീറ്റ് പുറത്താ വരിക അല്ലെ. ഇവിടെ ഞാൻ ഈ കാണുന്ന കർവും ഈ കാണുന്ന ലൈനും സോൾവ് ചെയ്തു അല്ലെ. ആ സോൾവ് ചെയ്യുമ്പോൾ എക്സിന് വാല്യൂസ് കിട്ടിയില്ല അല്ലെ. കിട്ടിയില്ല എന്ന് പറഞ്ഞ അർത്ഥം അത് ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല അല്ലെ. കിട്ടുകയാണെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യും, കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇന്റർസെക്റ്റ് ചെയ്യുന്നില്ല. അതാണ് ഐഡിയ അല്ലെ. സിമ്പിൾ പറഞ്ഞാലേ രണ്ട് കർവിന്റെ ഇക്വേഷൻ സിമ്പിൾ മനസ്സിലാക്കുക. ഇത് കുറച്ചുകൂടി ഈസിയായി, ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഈസിയായി. ജനറൽ പറഞ്ഞാലേ ഇതാണ് വരിക. ജനറലി ഞാൻ പറയാൻ പോണേ, ജനറലി ഞാൻ ചെക്ക് ചെയ്യാൻ പോണേ. അതായത് ഈ കാണുന്ന ലൈനും ഈ കാണുന്ന പരാബോളയും ഇന്റർസെക്റ്റ് ചെയ്യുന്നു ഇല്ലേ എന്ന് ചെക്ക് ചെയ്യാൻ പോണേ. എന്ത് ചെയ്യുക, രണ്ട് സോൾവ് ചെയ്യുക അല്ലെ. അപ്പൊ ഈ വൈനെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്താണ്. അപ്പൊ എന്താ y² എന്താ y(mx+c) അല്ലേ. സോ y² എന്താ mx+c സ്ക്വയർ 4x അല്ലേ അല്ലെ. y(mx+c) അല്ലേ. സോ y² 4x പറഞ്ഞാലേ y(mx+c) സോ mx+c സ്ക്വയർ 4x അല്ലെ. എന്താ mx+c സ്ക്വയർ, a+b² a² + 2ab + b² അല്ലെ. അപ്പൊ എന്താ ആദ്യം mx സ്ക്വയർ എന്താ m² x² + 2mxc 2mcx + c² 4x അല്ലേ അല്ലെ. ഈ 4x ഇങ്ങോട്ട് വന്നാൽ എന്താവും, m² x² + 2mcx 4x ഇങ്ങോട്ട് -4x ആവും പ്ലസ് c² എന്താ 0. സോ m² x² പ്ലസ് ഇവിടെ നിങ്ങൾക്ക് x കോമൺ എടുക്കാലോ, x കോമൺ എടുത്ത് ബാക്കി 2mc -4 അല്ലേ പ്ലസ് c² എന്താ 0. ഇത് സോൾവ് ചെയ്ത് നമുക്ക് എക്സിന്റെ വാല്യൂസ് അല്ലേ കിട്ടുക അല്ലെ. എടാ ഇത് സോൾവ് ചെയ്താലേ ഇത് എക്സിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. എടാ m² x² + 2mc -4x + c² എന്ന് പറഞ്ഞാലേ എക്സിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. ഈ എക്സിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോഴേ എക്സിന്റെ വാല്യൂസ് കിട്ടുക, എക്സിന്റെ വാല്യൂസ് ഇടും അല്ലെ. ആ എക്സിന്റെ വാല്യൂ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവാം അല്ലെ, ചിലപ്പോൾ അത് രണ്ട് സൊല്യൂഷൻ ഉണ്ടാവാം അല്ലെ, ചിലപ്പോൾ അതിന് ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല
മക്കളെ m²x² പ്ലസ് 2mc മൈനസ് 4ax പ്ലസ് c² എന്ന് പറഞ്ഞാലേ അത് ക്വാഡ്രാറ്റിക് ഇക്വേഷനാ. ക്വാഡ്രാറ്റിക് ഇക്വേഷന് ചിലപ്പോൾ 2 സൊല്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ ഒരു സൊല്യൂഷൻ ഉണ്ടാവാം, ചിലപ്പോൾ സൊല്യൂഷൻ ഉണ്ടാവില്ല അല്ലെ. എപ്പോഴും ക്വാഡ്രാറ്റിക് ഇക്വേഷൻ 2 സൊല്യൂഷൻ ഉണ്ടാവാം. ഡിസ്ക്രിമിനന്റ് ഗ്രേറ്റർ ദാൻ 0 ആയ 2 സൊല്യൂഷൻ അല്ലെ. ഡിസ്ക്രിമിനന്റ് ഈക്വൽ ടു 0 ആയാൽ ഒരു സൊല്യൂഷൻ. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 0 സൊല്യൂഷൻ അല്ലേ അല്ലെ. ആ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആയ അവിടെ 2 സൊല്യൂഷൻ ഉണ്ടാവും അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ. ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആയാലേ അവിടെ 2 സൊല്യൂഷൻ ഉണ്ടാവും. ഡിസ്ക്രിമിനന്റ് 0 ആയാലേ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആണെങ്കിൽ അവിടെ സൊല്യൂഷൻ ഉണ്ടാവില്ല അല്ലെ. അങ്ങനെയെങ്കിൽ ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആണ് 2 സൊല്യൂഷൻ അല്ലേ. 2 സൊല്യൂഷൻ നമ്മളെ ഗ്രാഫ് ഇങ്ങനെ എഴുതുക, 2 പോയിന്റ് കട്ട് ചെയ്യില്ലേ അല്ലെ. 2 സൊല്യൂഷൻ നമ്മളെ ആ 2 പോയിന്റ് കട്ട് ചെയ്യും അല്ലെ. ഇനി ഡിസ്ക്രിമിനന്റ് ഈക്വൽ 0 അല്ലേ, ഒരു സൊല്യൂഷൻ അല്ലേ, ഒരു സൊല്യൂഷൻ നമ്മളെ ഒരു പോയിന്റിലെ കട്ട് ചെയ്യുള്ളൂ. ഇങ്ങനെ എഴുതുക, അപ്പൊ ടാൻജന്റ് ആയിരിക്കും. ഡിസ്ക്രിമിനന്റ് ലെസ് ദാൻ 0 നമ്മളെ ആ ടച്ച് ചെയ്യുന്നില്ല, അപ്പൊ എന്താണ് കംപ്ലീറ്റ് പുറത്തായിരിക്കും. ജസ്റ്റ് റഫ് ഫിഗർ വെച്ചാണ്. ഇവിടെ ടാൻജന്റ് ആയിരിക്കും, ഇവിടെ എന്ത് ചെയ്യും കംപ്ലീറ്റ് പുറത്തായിരിക്കും. ഇത് പരാബോളയാണ്, ടച്ച് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് പുറത്ത്. എന്താ മക്കളെ എടാ ഞാൻ പറഞ്ഞു എനിക്കിത് 2 സോൾവ് ചെയ്തപ്പോഴേ എടാ ഈ കാണുന്ന ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോഴേ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നെങ്കിൽ 2 സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ ആവാം, അല്ലെങ്കിൽ 0 സൊല്യൂഷൻ ആവാം അല്ലേ. എപ്പോഴും 2 സൊല്യൂഷൻ ആവാം. ഡിസ്ക്രിമിനന്റ് പോസിറ്റീവ് ആകുമ്പോൾ 2 സൊല്യൂഷൻ ആണ്, ഡിസ്ക്രിമിനന്റ് ഈക്വൽ 0 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ ആണ്, ഡിസ്ക്രിമിനന്റ് നെഗറ്റീവ് ആകുമ്പോൾ സൊല്യൂഷൻ ഇല്ലല്ലോ അല്ലെ. ഈ 2 സൊല്യൂഷൻ ആണെങ്കിൽ ആ 2 പോയിന്റ് കട്ട് ചെയ്യില്ലേ, അപ്പൊ ഇങ്ങനെ വരാം അല്ലെ. ഇനി ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ആ ജസ്റ്റ് ടച്ച് ചെയ്ത് പോലെ ഒരു പോയിന്റ് കട്ട് ചെയ്യും അല്ലെ. ഇനി കട്ട് ചെയ്തില്ലെങ്കിൽ ടച്ച് ചെയ്യുന്നില്ല അല്ലെ, അപ്പൊ സൊല്യൂഷൻ ഇല്ല. അങ്ങനെയെങ്കിൽ ആ കാണുന്ന ലൈന് ആ കാണുന്ന പരാബോളിലെ ടാൻജന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താ മക്കളെ? ഈ കാണുന്ന ലൈന് ടാൻജന്റ് ആവണ കണ്ടീഷൻ ഇങ്ങനെ ആവണ്ടേ അല്ലെ. അവിടെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യണ്ടേ, അപ്പൊ ഒരു സൊല്യൂഷൻ ആവണ്ടേ അല്ലെ. അപ്പൊ കണ്ടീഷൻ എന്താ? ഡിസ്ക്രിമിനന്റ് 0 ആയി മതി. അതിന്റെ അർത്ഥം എന്താ? ഈ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ ഈ കാണുന്ന പരാബോളിലെ ടാൻജന്റ് ആവണമെങ്കിൽ ഡിസ്ക്രിമിനന്റ് ഇവിടുത്തെ ഡിസ്ക്രിമിനന്റ് എന്താണ്? 0 ആണ് അല്ലെ. ഇവിടുത്തെ ഡിസ്ക്രിമിനന്റ് എന്താണ്? 0 ആവണം അല്ലെ. അതാണ് കണ്ടീഷൻ അല്ലെ. അപ്പൊ ഡിസ്ക്രിമിനന്റ് തരാം നിങ്ങൾ പറയാം. കാരണം മനസ്സിലാടാ എടാ ലൈന് ഈ പരാബോളിന് ടാൻജന്റ് ആവണമെങ്കിൽ ആ പരാബോളിന് ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്ത് ലൈൻ പോകണം അല്ലെ. ഒരു പോയിന്റിൽ മാത്രം ടച്ച് ചെയ്യണമെങ്കിൽ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെ. അപ്പൊ ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷന് ഒരു സൊല്യൂഷൻ ഉണ്ടാകാൻ പാടുള്ളൂ അല്ലെ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എപ്പോഴും ഒരു സൊല്യൂഷൻ മാത്രമാവാ, ഡിസ്ക്രിമിനന്റ് 0 ആവുമ്പോഴല്ലേ. അപ്പൊ ഡിസ്ക്രിമിനന്റ് എന്താണ്? 0 ആണ്. അതാണ് കാര്യം അല്ലെ. സോ ഡിസ്ക്രിമിനന്റ് ആണ് 0. ആ ഡിസ്ക്രിമിനന്റ് b² മൈനസ് 4ac അല്ലേ. എന്താ b²? ഇതിന്റെ സ്ക്വയർ അല്ലേ. ഇതല്ലേ b, ഇത് a, ഇത് b, ഇത് c. സോ b² എന്താ? 2mc മൈനസ് 4a². ഓക്കെ, അപ്പോ ടാൻജന്റ് ആവണമെങ്കിൽ b² മൈനസ് 4ac 0 ആണ് അല്ലെ. ആരെ b² മൈനസ് 4ac? 2mc മൈനസ് 4a ഹോൾ സ്ക്വയർ. 2mc മൈനസ് 4a ഹോൾ സ്ക്വയർ. b² മൈനസ് 4 ഇൻറ്റു ഇവിടുത്തെ a ആരാ? ഇവിടുത്തെ m² അല്ലേ. 4a m². c ഇവിടെ c² അല്ലേ. c എന്താ? c². ഇത് 0 ആണ് അല്ലെ. ഇത് ഓപ്പൺ, ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ അല്ലേ അല്ലെ. ആരെ a മൈനസ് ബി ഹോൾ സ്ക്വയർ? a² മൈനസ് 2ab പ്ലസ് b² അല്ലേ. സോ a² എന്താ? 2mc ന്റെ സ്ക്വയർ 4m² c² മൈനസ് 2ab 2 ഇൻറ്റു 2mc ഇൻറ്റു 4a പ്ലസ് 4a² എന്താ? 16a² മൈനസ് ഈ ടേം അല്ലേ. സോ മൈനസ് ഓഫ് 4mc² m² c² എന്താണ്? 0. ഈ 2 ടേം കട്ടായി പോയില്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ടേം എന്താ? മൈനസ് ഓഫ് 2 into 4 4 into 4 16 16mca പ്ലസ് 16a² എന്താ? 0. ഈ ടേം ഇങ്ങോട്ട് പോയാലേ 16 കട്ടാവും ആദ്യം. അപ്പൊ എന്താവും? a² mca അല്ലേ അല്ലെ. ഒരു എയും കട്ടാവും. അപ്പൊ a എന്താ? mc ആണ്. a എന്താ? mc ആണ്. അപ്പൊ c എന്താ? a/m അല്ലേ അല്ലെ. അപ്പൊ c എന്ത് കിട്ടി? a/m കിട്ടി അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഈ കാണുന്ന ആളെ ഇതിന്റെ ടാൻജന്റ് ആവണമെങ്കിൽ c എന്താണ്? a/m ആണ് അല്ലെ. c എന്താണ്? a/m ആണ് അല്ലെ. അപ്പൊ ഈ കാര്യം ഓർത്ത് വെക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് സമറൈസ് ചെയ്യാൻ ഞാൻ ചെയ്തു തരാം. അവിടെ എനിക്ക് കാണേണ്ടത് നമുക്ക് എല്ലാവർക്കും വരാം ഈ ലൈൻ ഒന്ന് ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ലൈൻ ടാൻജന്റ് ആവാം, അല്ലെങ്കിൽ ഇന്റർസെക്റ്റ് ചെയ്യാം അല്ലെ. അപ്പൊ അത് കാണണമെങ്കിൽ ഈ കാണുന്ന ലൈനും ഈ കാണുന്ന പരാബോളും ഞാൻ സോൾവ് ചെയ്തു അല്ലെ. അപ്പൊ സോൾവ് ചെയ്തപ്പോൾ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടി അല്ലെ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ചിലപ്പോൾ 2 സൊല്യൂഷൻ ആവാം, ഒരു സൊല്യൂഷൻ ആവാം, 0 സൊല്യൂഷൻ ആവാം അല്ലെ. 2 സൊല്യൂഷൻ ആണെങ്കിൽ 2 പോയിന്റ് കട്ട് ചെയ്യും, ഒരു സൊല്യൂഷൻ ആണെങ്കിൽ ഒരു പോയിന്റ് കട്ട് ചെയ്യും അല്ലെ. സൊല്യൂഷനിൽ കട്ട് ചെയ്യുന്നില്ല അല്ലെ. അങ്ങനെയെങ്കിൽ d > 0 ആകുമ്പോൾ 2 സൊല്യൂഷൻ ആവാം അല്ലെ. d = 0 ആകുമ്പോൾ ഒരു സൊല്യൂഷൻ ആവാം, d നെഗറ്റീവ് ആകുമ്പോൾ സൊല്യൂഷൻ ഇല്ലാതിരിക്കാം അല്ലെ. അങ്ങനെയെങ്കിൽ ടാൻജന്റ് ആവുന്ന കണ്ടീഷൻ എന്താ? ടാൻജന്റ് ആണെങ്കിൽ ഒരു പോയിന്റിൽ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ഒരു പോയിന്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അപ്പൊ d 0 അല്ലേ അല്ലെ. അപ്പൊ ടാൻജന്റ് ആണെങ്കിൽ d 0 ആണ്. അപ്പൊ ആ കണ്ടീഷൻ ഇത് കിട്ടിയില്ലേ.
അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഒരു ലൈൻ y = mx + c എന്ന് പറഞ്ഞാൽ y² = 4x ടാൻജന്റ് ആണെങ്കിൽ c എന്താണ് a/m ആണ് അല്ലെ. അങ്ങനെയാ ടാൻജന്റ് ഇക്വേഷൻ എന്താ നമുക്ക് എല്ലാവർക്കും ടാൻജന്റ് ലൈൻ അല്ലേ അല്ലെ. ആ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരുന്നു y = mx + c അല്ലേ. y = mx + c അല്ലെ. സോ y = mx + c ഇവിടെ എന്ത് കിട്ടി c എന്താണ് a/m അല്ലേ. സോ mx + a/m ഇതാണെന്ത് ആ പരാബോളിന്റെ ടാൻജന്റ് ഇക്വേഷൻ അല്ലെ. അതായത് ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക, ഈ പരാബോളെ y² 4x ആണെങ്കിൽ ആ പരാബോളിന്റെ ടാൻജന്റ് ഇക്വേഷൻ എന്താ y = mx + a/m ആണ്. പഠിച്ചു വെക്കുക അല്ലെ. y² 4x എന്ന പരാബോളിന്റെ അതിന്റെ ടാൻജന്റ് ഇക്വേഷൻ എന്താ y = mx + a/m അല്ലെ. അതിന് ലെഫ്റ്റ് വേർഡും റൈറ്റ് വേർഡും ഏതാണെങ്കിൽ ഈ മെത്തേഡ് ഡെറിവ് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോന്നും ആ ഇക്വേഷൻ ബൈ ഹാർട്ടിന്റെ ആവശ്യമില്ല. ഇത് ഞാൻ ഫസ്റ്റ് പറയുമ്പോൾ കുറച്ച് ലെങ്തി ആണെങ്കിലും ചെയ്തെടുക്കും വളരെ സിമ്പിളാ. ഓക്കെ, അത് മനസ്സിലാക്കുക. ആ പരാബോളിന്റെ ടാൻജന്റ് ഇക്വേഷൻ എന്താ y = mx + a/m. ഈ ഇക്വേഷൻ പഠിച്ചു വെക്കാം, y = mx + a/m അല്ലെ. ഇനി സർക്കിൾ വിചാരിക്കുക, ഈ സർക്കിൾ ഇക്വേഷനെ x² + y² = r² ആണെങ്കിലേ ഇതേപോലെ കണ്ടുപിടിച്ചാൽ, ഞാൻ കണ്ടുപിടിക്കാൻ നിൽക്കുന്നില്ല, ഇതേപോലെ കണ്ടുപിടിച്ചാലേ അതിന്റെ ടാൻജന്റ് ഇക്വേഷൻ ആണ് y = mx + or minus r√1 + m² ആയിരിക്കും. സെയിം മെത്തേഡ് കണ്ടുപിടിക്കണോ? സെയിം മെത്തേഡ് കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ ലൈനിന്റെ ഇക്വേഷൻ y = mx + c എടുക്കാം. ലൈനിന്റെ ഇക്വേഷൻ y = mx + c ആയി ഇടുക അല്ലെ. ആ y = mx + c ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും അല്ലെ. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനെ ഡിസ്ക്രിമിനന്റ് 0 കൊടുത്താൽ മതി അല്ലെ. അപ്പൊ ഇത് കിട്ടും. ഇനി ഞാൻ ചെയ്തുള്ളൂ. സോ y എന്താ mx + or minus r√1 + m² ആണ്. ഇതാണ് എന്ത് സർക്കിളിന്റെ ടാൻജന്റ് സ്ലോപ്പ് ഫോം. ഓക്കെ, ഇനി എലിപ്സ് ആണ് വിചാരിക്കും. ഈ എലിപ്സിന്റെ ഇക്വേഷൻ x² / a² + y² / v² 1 ആണല്ലോ അല്ലെ. ആ എലിപ്സിന്റെ ടാൻജന്റ് ഇക്വേഷൻ ആണ് y = mx + or minus √a² m² + b² അല്ലെ. ഇനി അത് പരാബോള ആണെങ്കിൽ, പരാബോള ഹൈപ്പർബോള ആണെങ്കിൽ അതിന്റെ ഇക്വേഷൻ എഴുതുക y = mx + or minus ഇത് a² m² + b² അല്ലേ. ഇവിടെ a² m² - b² ആയിരിക്കും അല്ലെ. അപ്പൊ ഈ 4 ഇക്വേഷൻ പഠിക്കുക അല്ലെ. അപ്പൊ y² 4x ആണെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ എന്താ y = mx + a/m അല്ലെ. സർക്കിൾ ആണെങ്കിൽ y = mx + or minus r√1 + m². ദെൻ അത് ഈ കാണുന്ന എലിപ്സ് ആണെങ്കിൽ y = mx + or minus √a² m² + b² അല്ലെ. അത് ഹൈപ്പർബോള ആണെങ്കിൽ y = mx + or minus √a² m² - b². ഇത് എപ്പോഴാ അപ്ലൈ ചെയ്യുക? ഈ കാണുന്ന ഇക്വേഷൻ അപ്ലൈ ആണെങ്കിൽ ടാൻജന്റ് സ്ലോപ്പ് നമുക്ക് ഉണ്ടാവും അല്ലെ. അപ്പൊ ടാൻജന്റ് സ്ലോപ്പ് ഉണ്ടെങ്കിൽ ഇതാണ് ഇക്വേഷൻ. ഒന്ന് y = mx + a/m. ദെൻ സർക്കിൾ ആണെങ്കിൽ y = mx + or minus r√1 + m². ദെൻ അത് എലിപ്സ് ആണെങ്കിൽ y = mx + or minus √a² m² + b². ദെൻ ഹൈപ്പർബോള ആണെങ്കിൽ a² m² - b² ആണ്. ഓക്കെ, അത് പഠിച്ചു വെക്കുക. ആവശ്യമുണ്ട്, വളരെ അത്യാവശ്യമാണ്, ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആയി ചെയ്യണേ. നെക്സ്റ്റ് വൺ ഈസ് ഇക്വേഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇക്വേഷൻ ടാൻജന്റ് സ്ലോപ്പ് ഫോം പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ പറഞ്ഞു കാര്യങ്ങൾ അല്ലെ. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ പറയുന്നത് ഇക്വേഷൻ ഓഫ് ടാൻജന്റ് ഡ്രോൺ ഫ്രം ആൻ എക്സ്റ്റേണൽ പോയിന്റ്. എടാ ഒരു എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. y² - 8x = 0. ഇത് അഗെയിൻ ഈ കാണുന്ന ആളുണ്ടല്ലോ, അത് നിങ്ങൾക്ക് സർക്കിളിനും പരാബോളക്കും ഹൈപ്പർബോളക്കും ഏത് യൂസ് ചെയ്യാമോ, ഈ പറഞ്ഞ മെത്തേഡ് ഏത് യൂസ് ചെയ്യാം. ഞാനേ ഈ സർക്കിളിൽ ഔട്ട്സൈഡ് ഒരു പോയിന്റ് ഉണ്ട് അല്ലെ. ആ പോയിന്റിൽ ഈ സർക്കിളിലേക്ക് ടാൻജന്റ് വരച്ചു അല്ലെ. എന്തായിരിക്കും ടാൻജന്റ് ഇക്വേഷൻ? എന്താണ് എടാ ഈ കാണുന്ന പരാബോളിന്റെ ഔട്ട്സൈഡിൽ ഒരു പോയിന്റ് എടുക്കാൻ പറ്റൂ അല്ലെ. ആ ഔട്ട്സൈഡിലെ പോയിന്റിന്ന് ഈ കാണുന്ന പരാബോളിലേക്ക് ടാൻജന്റ് വെച്ചു. ശരിക്കും 2 ടാൻജന്റ് ഉണ്ടാവും. ഈ ടാൻജന്റ് ഇക്വേഷൻ എങ്ങനെ കാണാൻ പറ്റും? സിമ്പിൾ ആണ്, മനസ്സിലാക്കിയെടുക്കുക. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, അവിടെ നമുക്ക് എല്ലാവർക്കും പറയുന്നത് ശ്രദ്ധിക്കണേ. എഗെയിൻ ഇത് ആർക്കും മാത്രം ബാധകമല്ല, ഈ പരാബോൾക്ക് മാത്രം ബാധകമല്ല. ഇതേ കാര്യം ആർക്ക് ചെയ്യും? ഹൈപ്പർബോളക്കും എലിപ്സിനും ചെയ്യും. എഗെയിൻ ഈ പോയിന്റ് ഇവിടുത്തെ പോയിന്റ് ആണെങ്കിൽ എന്ത് യൂസ് ചെയ്യാം? t=0 അപ്ലൈ ചെയ്യാം അല്ലെ. തന്ന പോയിന്റ് കർവിലെ പോയിന്റ് ആണെങ്കിൽ എനിക്ക് എന്ത് യൂസ് ചെയ്യാം? t=0 അപ്ലൈ ചെയ്യാം. ഇത് അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റില്ല. എന്താ ഈ പോയിന്റ് കർവിലെ പോയിന്റ് അല്ല, അപ്പൊ എന്താ ചെയ്യാം? ചെയ്യാൻ വളരെ ഈസിയാണ്. ശ്രദ്ധിച്ചിരിക്കാം. അതായത് ഈ കാണുന്ന ലൈനിന്റെ ഇക്വേഷൻ കാണാൻ പോണേ അല്ലെ. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് അല്ലോ അല്ലെ. ആ ലൈൻ പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടെങ്കിൽ ലൈനിന്റെ ഇക്വേഷൻ എന്താ? പോയിന്റ് സ്ലോപ്പ് ഫോം അപ്ലൈ ചെയ്യാം. എന്താ പോയിന്റ് സ്ലോപ്പ് ഫോം? y - y1 2 m ×
എക്സ് മൈനസ് എക്സ് വൺ ആരാ 10. ഇതല്ല അതിൻ്റെ ഇക്വേഷൻ അല്ലേ. പക്ഷെ അവിടെ എം ഇല്ല. എന്താ എടാ പാസ് ചെയ്യുന്ന പോയിന്റ് ആരാ 10,2 ആണ് അല്ലേ. അവിടെ പാസ് ചെയ്യുന്ന പോയിന്റ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ ആ ലൈൻ്റെ ഇക്വേഷൻ എന്താ y മൈനസ് y1 ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ അല്ലേ. y മൈനസ് 2 ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് 10 ആണ്. ഇനി ആ ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ആരെ കിട്ടിയാൽ മതി, m കിട്ടിയാൽ പോലെ. ആ m കിട്ടാൻ ഞാൻ ചെയ്യുന്ന കാര്യം ശ്രദ്ധിച്ചിരിക്കണേ. ആദ്യം ഇത് ഓപ്പൺ ആക്കണേ. y മൈനസ് 2 എന്താ mx മൈനസ് 10m, mx മൈനസ് 10m അല്ലേ. ഇനി ഇയാൾ ഇങ്ങോട്ട് പോയാലേ mx മൈനസ് y മൈനസ് 10m അല്ലേ. ഈ മൈനസ് 2 ഇങ്ങനെ പ്ലസ് 2 ആവില്ലേ 0 അല്ലേ. അപ്പൊ ലൈൻ്റെ ഇക്വേഷൻ കിട്ടി mx മൈനസ് y മൈനസ് 10m പ്ലസ് 2 എന്താ 0 കിട്ടിയില്ലേ അല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാൻ കിട്ടി അല്ലേ. ഇനി എന്താ ലൈൻ്റെ സ്ലോപ്പ് ഫോം? സ്ലോപ്പ് ഫോം നമുക്ക് എല്ലാവർക്കും അറിയാം. അത് പരാബോളയിലേക്കുള്ള ലൈൻ അല്ലേ. പരാബോളയിലേക്ക് ലൈൻ നമ്മളേ y ഈക്വൽ mx പ്ലസ് a ബൈ m അല്ലേ വരിക. y ഈക്വൽ mx പ്ലസ് a ബൈ m, y ഈക്വൽ mx പ്ലസ് a ബൈ m. സോ ദാറ്റ് ഈക്വൽ y ഈക്വൽ mx പ്ലസ് ഈ ആരുടെ അവിടെ ഈ കാണുന്ന പരാബോള y സ്ക്വയർ 8x അല്ലേ. y സ്ക്വയർ ഈക്വൽ 8x ആ, y സ്ക്വയർ 8x ആ അല്ലെ. അങ്ങനെയെങ്കിൽ 4ന്റെ സ്ഥാനത്ത് ഇവിടെ 8 അല്ലേ അല്ലെ. 4 8 ആകുമ്പോൾ 2 അല്ലേ വരിക. അപ്പൊ എന്താ 2 ആണ്. അപ്പൊ 2/m വരും, 2/m. അപ്പൊ ഇത് പറഞ്ഞത് ഇതിങ്ങനെ വേണ്ട കേട്ടോ. ഇവിടെ y എന്താ, y എന്താ mx മൈനസ് 10m അല്ലെ. ഈ മൈനസ് 2 ഇങ്ങോട്ട് പ്ലസ് 2 ആവില്ലേ അല്ലെ. അതായത് ഇതാണ് ആ കാണുന്ന പരാബോളിക് ഇക്വേഷൻ, സോറി ടാൻജന്റ് ഇക്വേഷൻ അല്ലെ. ഇതും ടാൻജന്റ് ഇക്വേഷൻ അല്ലേ അല്ലെ. ഈ ടാൻജന്റ് ഇക്വേഷൻ എന്താ y ഈക്വൽ ടു mx മൈനസ് 10m പ്ലസ് 2 അല്ലെ. അവിടെ ഇതും ടാൻജന്റ് ഇക്വേഷൻ ആണ്, ഇതും ടാൻജന്റ് ഇക്വേഷൻ ആണ്. രണ്ടും ടാൻജന്റ് ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ടും സെയിം ഇക്വേഷൻ ആവണ്ടേ അല്ലെ. അവിടെ ഈ കാണുന്ന ആളും ഈ കാണുന്ന ആളും എന്താണ് ടാൻജന്റ് ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ടും ടാൻജന്റ് ഇക്വേഷൻ ആണ്. അപ്പൊ രണ്ടും സെയിം ആവണ്ടേ, രണ്ടും സെയിം ആണ് അല്ലെ. സോ വൈയും സെയിം ആണ്, mxും സെയിം ആ. അങ്ങനെയെങ്കിൽ ഈ 2/m മൈനസ് 10m പ്ലസ് 2 സെയിം ആവണ്ടേ. അപ്പൊ 2/m മൈനസ് 10m പ്ലസ് 2 എന്താണ് സെയിം ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഈ ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ എനിക്ക് m കിട്ടൂലേ അല്ലെ. m കിട്ടിയാലേ ആ എമ്മിനെ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം അല്ലെ, അല്ലെ ഇവിടെ കൊടുക്കാം. എവിടെ കൊടുത്താലും ആ കാണുന്ന ടാൻജന്റ് ഇക്വേഷൻ കിട്ടൂലേ. സിമ്പിൾ ആയിട്ടാണ് അല്ലേ. ഞാൻ ഒന്നും പറയാം, എനിക്ക് എന്ത് വേണം, ടാൻജന്റ് ഇക്വേഷൻ വേണം അല്ലേ. ഈ ടാൻജന്റ് ഇക്വേഷൻ വേണം അല്ലേ. പക്ഷെ ആകെ എനിക്ക് അറിയുന്ന കാര്യം എന്താ, ആ ടാൻജന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റാ അല്ലെങ്കിൽ ആ ടാൻജന്റ് പാസ് ചെയ്യുന്ന പോയിന്റാ. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കർവിലെ പോയിന്റ് അറിഞ്ഞിരുന്നെങ്കിൽ ആ ടാൻജന്റ് ഇക്വേഷൻ വളരെ ഈസിയാണ്. എന്താ t = 0 ആണ്. അതിവിടെ അപ്ലൈ ചെയ്യാൻ പറ്റൂല. കാരണം എന്താ, ഈ പോയിന്റ് ഈ കർവിലെ പോയിന്റ് അല്ല, ഈ പോയിന്റ് പുറത്തെ പോയിന്റാ അല്ലേ. സോ അപ്പൊ അവിടെ എന്താ അപ്ലൈ ചെയ്യാൻ പറ്റൂല, t = 0 അപ്ലൈ ചെയ്യാൻ പറ്റൂല, ടാൻജന്റ് ഇക്വേഷൻ കിട്ടൂല അല്ലേ. പിന്നെന്താ ചെയ്യാൻ പറ്റുക, പിന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി കാര്യമാണ്. അതെന്താ, നമുക്കറിയാം ഈ പോയിന്റ് 10,2 ആണ് അല്ലെ. ഒരു പോയിന്റ് കിട്ടിയാലേ ആ ലൈൻ്റെ ഇക്വേഷൻ എന്താ, y മൈനസ് y1 ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് എക്സ് വൺ അല്ലേ. അപ്പൊ എന്തുതരാം, y മൈനസ് 2 ഈക്വൽ m ഇൻറ്റു എക്സ് മൈനസ് 10 അല്ലേ. ഇനി ഈ ലൈൻ്റെ ഇക്വേഷൻ കാണുന്നതിന് എന്ത് കിട്ടിയാൽ മതി, m കിട്ടിയാൽ മതി അല്ലെ. ഇത് ഓപ്പൺ ആക്കിയാൽ ഇങ്ങനെ കിട്ടും അല്ലെ. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലൈൻ്റെ ഇക്വേഷൻ കാണണമെങ്കിൽ നമുക്ക് എന്താ അപ്ലൈ ചെയ്യാം, സ്ലോപ്പ് ഫോം അപ്ലൈ ചെയ്യാലോ അല്ലെ. എന്താ സ്ലോപ്പ് ഫോം, y ഈക്വൽ mx പ്ലസ് a ബൈ m അല്ലേ അല്ലെ. ഇവിടെ a ആരാ, y സ്ക്വയർ 8x ആ. സോ 4 8 ആ. അപ്പൊ a എന്താ 2 ആ. a 2 ആകുമ്പോൾ mx പ്ലസ് 2 ബൈ m ആവില്ലേ അല്ലെ. അപ്പൊ ഇതും ടാൻജന്റ് ഇക്വേഷൻ ആണ്, ഇതും ടാൻജന്റ് ഇക്വേഷൻ ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടെ വൈയും സെയിം ആ, mxും സെയിം ആ. അപ്പൊ 2/m ഇത് സെയിം ആവണ്ടേ, അത് സെയിം ആ. ഇക്വേറ്റ് ചെയ്താൽ m കിട്ടും, m കിട്ടും, ടാൻജന്റ് ഇക്വേഷൻ കിട്ടി. ഇതാണ് മെത്തേഡ്. ഓക്കെ, സോ ആ മെത്തേഡ് ക്ലിയർ ആക്കുക എന്ന് പറയണേ. അതേപോലെ വേറെ എക്സാമ്പിൾ വേണം കാണിച്ചാ, വേറെ എക്സാമ്പിൾ ജസ്റ്റ് വെറുതെ എക്സാമ്പിൾ ആണ് ഇത്. ഇതിന്റെ ഇക്വേഷൻ x² 10² പ്ലസ് y² 3² 1 ആണെന്ന് വിചാരിക്കും, വെറുതെ വിചാരിക്കും അല്ലെ. ഇവിടെ പോയിന്റ് 100,20 അല്ലെ. ഈ പോയിന്റ് ജസ്റ്റ് വെറുതെ ഒരു എക്സാമ്പിൾ ആണ്. ഈ പോയിന്റിൽ കൂടെ വരക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ കാണാം. അടാ ഈ പോയിന്റ് അറിയാമെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ എന്താ, t = 0 അല്ലെ. എടാ കർവിലെ പോയിന്റ് അറിയാമെങ്കിൽ ആ ടാൻജന്റ് ഇക്വേഷൻ എന്താ, t = 0. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ പോയിന്റ് അറിയില്ല അല്ലെ. പിന്നെന്താ ചെയ്യാ, ഈ ലൈൻ്റെ ഇക്വേഷൻ എന്താ, y മൈനസ് y1, സോ y മൈനസ് 20 m ഇൻറ്റു എക്സ് മൈനസ് x1 എക്സ് മൈനസ് 100 അല്ലെ. ഇത് ഓപ്പൺ ആക്കിയാലേ y മൈനസ് 20 ഈക്വൽ ടു mx മൈനസ് 100m അല്ലെ. അപ്പൊ y എന്താ mx മൈനസ് 100m, ഈ മൈനസ് 20 ഇങ്ങനെ പ്ലസ് 20 ആവില്ലേ. ഇതാണ് വൈ വരാം അല്ലെ, ഇതാണ് വൈ വരാം. ഓക്കെ, ഇനി ഇത് എലിപ്സിന്റെ ഇക്വേഷൻ ആടാ അല്ലെ. എലിപ്സിന്റെ ഇക്വേഷൻ കിട്ടിയാലേ, എലിപ്സിന്റെ ഇക്വേഷൻ ഉണ്ടെങ്കിൽ അതിന്റെ ടാൻജന്റ് ഇക്വേഷൻ എന്താ, y ഈക്വൽ ടു mx പ്ലസ് ഓർ മൈനസ് √(a²m² പ്ലസ് b² അല്ലേ.
അല്ലെ. അപ്പോൾ എന്ത് തരാ y ഈക്വൽ ടു mx പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് a സ്ക്വയർ 10 സ്ക്വയർ അല്ലേ 100 ആണ്, m സ്ക്വയർ പ്ലസ് b സ്ക്വയർ 3 സ്ക്വയർ അല്ലേ 9 ആണ് അല്ലെ. ഇത് ടാൻജന്റ് ഇക്വേഷനാ അല്ലെ, ഇതും ടാൻജന്റ് ഇക്വേഷൻ അല്ലേ അല്ലെ. ഇനി കമ്പയർ ചെയ്യുക, വൈയും സെയിം ആണ്, mx സെയിം ആണ്. അപ്പൊ ഈ കാണുന്ന ആളും സെയിം ആയിരിക്കും അല്ലേ. അപ്പൊ എന്താ ഈ കാണുന്ന ആളാരാ മൈനസ് 100m പ്ലസ് 20 അല്ലെ. ഈ കാണുന്ന ആളാരാ റൂട്ട് 100m സ്ക്വയർ പ്ലസ് 9. ഇത് രണ്ടും സെയിം ആയിരിക്കും. സ്ക്വയർ ചെയ്താൽ നമുക്ക് എന്തൊരു എം കിട്ടും. ആ എം ഇട്ട് സ്ലോപ്പ് കിട്ടിയില്ലേ. അപ്പൊ സ്ലോപ്പ് കിട്ടിയാൽ അതിന്റെ ഇക്വേഷൻ ആ ടാൻജന്റ് ഇക്വേഷൻ കിട്ടിയില്ലേ. അത്ര വരും. ഇതാണ് മെത്തേഡ്. ഈ മെത്തേഡ് ഇനി ഹൈപ്പർബോളക്ക് യൂസ് ചെയ്യുക, സർക്കിളിന് യൂസ് ചെയ്യുക, എല്ലാവർക്കും യൂസ് ചെയ്യുക. ജസ്റ്റ് ഒരു എക്സാമ്പിൾ 2 എക്സാമ്പിളും കാണിച്ചിരുന്നു അല്ലെ. പരാബോള എക്സാമ്പിൾ കാണിച്ചിരുന്നു, എലിപ്സിന്റെ ഇക്വേഷൻ കാണിച്ചിരുന്നു. ഈ കാണുന്ന മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കാണ്. നെക്സ്റ്റ് വൺ ഇക്വേഷൻ ഓഫ് കോമൺ ടാൻജന്റ്. ഓക്കെ, ഇതും എക്സാമിന് എപ്പോഴും ആവശ്യം വരുന്ന കാര്യമാണ്. ഇക്വേഷൻ ഓഫ് കോമൺ ടാൻജന്റ് ഇക്വേഷൻ ആണ് അല്ലെ. ഒരു അഗൈൻ എക്സാമ്പിൾ സ്റ്റാർട്ട് ചെയ്യാം. ഇതേ കാര്യമാണ് എല്ലാ ക്വസ്റ്റിനും യൂസ് ചെയ്യാം. അതായത് എന്റെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട് അല്ലെ. സർക്കിൾ ആരാ x² + y² = 100 അല്ലെ. എന്റെ കയ്യിൽ ഒരു പരാബോൾ ഉണ്ട് അല്ലെ. പരാബോൾ ആരാ y² 8x അല്ലെ. ഈ രണ്ടാൾക്കും കോമൺ ആയിട്ടുള്ള ഒരു ടാൻജന്റ് ഉണ്ട് വിചാരിക്കും. ഇത് ക്വസ്റ്റ്യൻ പേപ്പർ എപ്പോഴും നമുക്ക് ആവശ്യം വരാണ്ട് അല്ലെ. ആ ടാൻജന്റ് ഇക്വേഷൻ കാണാം. എന്താണ് ഈ കാണുന്ന ടാൻജന്റ് സർക്കിളിനും ടാൻജന്റ് ആണ്, പരാബോളക്കും ടാൻജന്റാ അല്ലെ. അപ്പൊ ആ കാണുന്ന ടാൻജന്റ് ഇക്വേഷൻ കാണും. എങ്ങനെയാണ്? സിമ്പിളാ. ഞാൻ ആദ്യം സർക്കിളിന്റെ ടാൻജന്റ് ഇക്വേഷൻ കണ്ടു അല്ലെ. എന്താ സർക്കിളിന്റെ ടാൻജന്റ് ഇക്വേഷൻ? എന്താണ് സർക്കിളിന്റെ ടാൻജന്റ് ഇക്വേഷൻ? y = mx പ്ലസ് ഓർ മൈനസ് r√1 + m² അല്ലെ. ഇനി r എന്താ? y = mx പ്ലസ് ഓർ മൈനസ് r എന്താ? r² 100 അല്ലേ. x² + y² r² ആവൂലേ. r² 100, r² 100, r 10 അല്ലേ. അപ്പൊ r 10 √1 + m². ഇതാണ് എന്ത് സർക്കിളിന്റെ ടാൻജന്റ് ഇക്വേഷൻ. ഇതേപോലെ ഞാൻ ആ പരാബോളിന്റെ ടാൻജന്റ് ഇക്വേഷൻ കാണാം അല്ലെ. നമുക്ക് എല്ലാവർക്കും വരാം. പരാബോളിന്റെ ടാൻജന്റ് ഇക്വേഷൻ എന്താ? y = mx + a/m അല്ലെ. പരാബോള y² 4x ടൈപ്പ് അല്ലേ. y² 4x ടൈപ്പ് ആകുമ്പോഴേ അതിന്റെ ടാൻജന്റ് ഇക്വേഷൻ y = mx + a/m അല്ലേ. ഇനി a ആണ് 4a സ്ഥാനത്ത് 8 അല്ലേ. 4a സ്ഥാനത്ത് 8 ആകുമ്പോൾ a 2 അല്ലേ വരാ. എന്താ 2? a 2 ആകുമ്പോൾ ഇക്വേഷൻ തരാ y = mx + a/m 2/m. അപ്പൊ ഇതാണ് സർക്കിളിന്റെ ടാൻജന്റ് ഇക്വേഷൻ, ഇതാണ് പരാബോളിന്റെ ടാൻജന്റ് ഇക്വേഷൻ. രണ്ട് സെയിം അല്ലേ അല്ലെ. സർക്കിളിന്റെ ടാൻജന്റ് ആണെങ്കിലും പരാബോളിന്റെ ടാൻജന്റ് ആണെങ്കിലും രണ്ട് സെയിമാ അല്ലെ. അവിടെ ചുരുക്കി പറഞ്ഞാലേ ഇവിടെ എനിക്ക് ടാൻജന്റ് ഇക്വേഷൻ ആണെങ്കിൽ ഈ ടാൻജന്റ് ഇക്വേഷൻ ആണെങ്കിൽ ഇതാണെങ്കിലും എം കിട്ടിയാ പോരെ അല്ലെ. അവിടെ ഇനി അൺനോൺ ആയിട്ട് എം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഇക്വേഷൻ ആണെങ്കിലും എനിക്ക് ആരെ കിട്ടിയാൽ മതി? എം എന്ന ഒറ്റാൾ കിട്ടിയാൽ മതി. ആ എമ്മിനെ എങ്ങനെ കിട്ടുക? അടാ ഇതും ഒരേ ഇക്വേഷൻ ആവണ്ടേ. കാരണം ഇവിടെ സർക്കിളിന്റെ ടാൻജന്റും പരാബോളിന്റെ ടാൻജന്റും സെയിമാ. അപ്പൊ രണ്ടും സെയിം ആണെങ്കിൽ വൈയും സെയിമാ, mx സെയിമാ. അപ്പൊ ഈ കാണുന്ന ആളും സെയിം ആയി പോരെ. അപ്പൊ എന്താ പ്ലസ് ഓർ മൈനസ് 10√1 + m² 2/m എന്താണ്? സെയിം ആണ് അല്ലെ. സ്ക്വയർ ചെയ്യുക, സൊല്യൂഷൻ കാണാൻ എം കിട്ടും അല്ലെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയി തന്നുള്ളൂ. ഇതിൽ കറക്റ്റ് സൊല്യൂഷൻ കറക്റ്റ് വാല്യൂ കിട്ടണം നിർബന്ധമല്ല. ഞാൻ ജസ്റ്റ് വെറുതെ എക്സാമ്പിൾ എഴുതിയാ. അപ്പൊ എന്താ ഇവിടെ സ്ക്വയർ ചെയ്യുക സോൾവ് ചെയ്യുക, എം കിട്ടും. ഇവിടെ അൺനോൺ എം മാത്രമേ ഉള്ളൂ. എം കിട്ടിയ സ്ലോപ്പ് കിട്ടിയില്ലേ, സ്ലോപ്പ് കിട്ടിയ ഇക്വേഷൻ കിട്ടി. ക്വസ്റ്റ്യൻ വരുമ്പോൾ ചെയ്ത് കാണിച്ചു തരാം. അപ്പൊ ഇതാണ് മെത്തേഡ്, കോമൺ ടാൻജന്റ് ആണ്. ഇതൊക്കെ JEE അഡ്വാൻസ് എപ്പോഴും ചോദിക്കുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇത് ക്ലിയർ ആക്കുക, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, സോ അത് ആ ഐഡിയ ക്ലിയർ ആയി ചെയ്യാം. നെക്സ്റ്റ് വൺ ഈസ് കോഡ് ഓഫ് കോണ്ടാക്ട്. എന്താ കോഡ് ഓഫ് കോണ്ടാക്ട്? കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാൽ ഇത് അഗെയിൻ ഇത് ഹൈപ്പർബോളയോ എലിപ്സോ എന്താവട്ടോ ഈ ഐഡിയ യൂസ് ചെയ്യാൻ ഞാനൊരു സർക്കിളിന്റെ കയ്യിലുണ്ട് അല്ലെ. ഈ സർക്കിളിന്റെ ഇക്വേഷൻ എന്തെങ്കിലും ആവട്ടെ, ഓക്കെ. കോഡ് ഓഫ് കോണ്ടാക്ട് എന്ന് പറഞ്ഞാലേ ഇതിന്റെ പുറത്തൊരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് x1 y1 ആണെന്ന് വിചാരിക്കുക. ആ പോയിന്റിൽ നിന്ന് ഞാൻ 2 ടാൻജന്റ് വരച്ചു. ഇത് ടാൻജന്റ് ആണ്, ഇത് വേറെ ടാൻജന്റ് ആണ്. ആ എക്സ്റ്റേണൽ പോയിന്റിൽ ഞാൻ ആ സർക്കിളിൽ 2 ടാൻജന്റ് വരച്ചു അല്ലെ. അപ്പൊ ഇതൊരു ടാൻജന്റ് ആണ്, ഇതൊരു വേറെ ടാൻജന്റാ അല്ലെ. ആ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന 2 പോയിന്റില്ലേ, ഈ പോയിന്റ് അല്ലെ. ആ പോയിന്റിനെ യോജിപ്പിച്ച് വരക്കുന്ന കോഡാണെന്ത്? കോഡ് ഓഫ് കോണ്ടാക്ട്. അപ്പൊ ഇതാണ് കോഡ് ഓഫ് കോണ്ടാക്ട്.
അപ്പൊ എന്താ ഇവിടെ സർക്കിളിലെ എക്സ്റ്റേണൽ പോയിന്റ് ഉണ്ട് അല്ലെ, ആ പോയിന്റ് ഞാൻ സർക്കിളിൽ 2 ടാൻജന്റ് വെച്ചു അല്ലെ, ആ 2 ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ അല്ലെ, ആ ടാൻജൻസ് സർക്കിളിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ, ആ പോയിന്റ് യോജിപ്പിച്ച് വരക്കുന്ന കോഡാണിത് കോഡ് ഓഫ് കോണ്ടാക്ട് അല്ലെ. ഈ കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷൻ കാണുമ്പോൾ എന്താ, ഒന്നുമില്ല, ടി ഈക്വൽ 0 ആണ്. എന്താണ് കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷൻ കാണുമ്പോൾ എന്താ, ടി ഈക്വൽ 0. അപ്പൊ എല്ലാം ഡൗട്ട് ആയിരിക്കും, സാറേ ഈ ടി ഈക്വൽ 0 എന്ന് പറഞ്ഞാൽ ടാൻജന്റ് ഇക്വേഷൻ അല്ലേ, എങ്ങനെ കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷനായി? ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ ശ്രദ്ധിക്കുക. അതായത് എൻ്റെ കയ്യിൽ ഒരു സർക്കിൾ ഉണ്ട്. ഈ സർക്കിൾ ഇക്വേഷനെ x² + y² - 9 0 ആണെന്ന് വിചാരിക്കും അല്ലെ. ഈ സർക്കിളിലെ ഒരു പോയിന്റ് ആണ് √8, 1 എന്ന് വിചാരിക്കും അല്ലെ. അങ്ങനെയെങ്കിൽ ഈ പോയിന്റിൽ വരക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ എന്താ? ആർക്കും ഡൗട്ട് വേണ്ട അല്ലെ, ഒരു പോയിന്റ് കിട്ടിയില്ലേ അല്ലെ, അതായത് ആ കർവിലെ പോയിന്റ് കിട്ടി അല്ലെ, കർവിലെ പോയിന്റ് കിട്ടിയാലേ ആ പോയിന്റിൽ വരക്കുന്ന ടാൻജന്റ് ഇക്വേഷൻ വളരെ ഈസിയാ, ടി ഈക്വൽ 0 ആണ് അല്ലെ. എന്താ ടി വരിക? x² എന്താ? x × x, y² എന്താ? y × y, -9 അല്ലേ, 0 അല്ലെ. 2x ൽ ഒരു x x1, 2y ൽ ഒരു y y1, ഇതാണ് ടി വരിക, ഇതാണ് ടി അല്ലെ. നീ പോയിന്റ് കൊടുക്കുക, അപ്പൊ എന്താ? x × x1 ആരാ? √8 പ്ലസ് y × y1 ആരാ? 1 -9 0 അല്ലേ അല്ലെ. ഇതാ ടാൻജന്റ് ഇക്വേഷൻ വരിക, ഇതാ ടാൻജന്റ് ഇക്വേഷനാ അല്ലെ. അപ്പൊ അടുത്ത ഡൗട്ട്, ഇത് ടാൻജന്റ് ഇക്വേഷൻ കോഡ് ഓഫ് കോണ്ടാക്ട് അല്ലല്ലോ? അല്ല, കോഡ് ഓഫ് കോണ്ടാക്ട് ആണ് വളരെ ഈസിയാ. ഇത് ടാൻജന്റ് ഇക്വേഷൻ കറക്റ്റാ, ഇത് ടാൻജന്റ് ഇക്വേഷനാ. എന്നാലേ പുറത്തൊരു പോയിന്റ് ഉണ്ട് 100,20 അല്ലെ. എടാ ഈ പോയിന്റ് പറയുന്നത് ശ്രദ്ധിക്കണേ, ഈ പോയിന്റ് ആ സർക്കിളിലെ പോയിന്റ് അല്ലെ, സർക്കിളിന്റെ പോയിന്റ് ആണ് ടി ഈക്വൽ 0 കൊടുക്കുന്നതെങ്കിൽ എനിക്ക് കിട്ടുന്ന ടാൻജന്റ് ഇക്വേഷനാ. എന്താണ്? അവിടെ കർവിലെ പോയിന്റ്, സർക്കിൾ ആവട്ടെ ഏത് കർവാട്ടെ, ആ കർവിലെ പോയിന്റ് ആണ് ഞാൻ ടി ഈക്വൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ അത് ആ ഇക്വേഷൻ ടാൻജന്റ് ഇക്വേഷനാ. എടാ ഇവിടെ ഞാൻ x1 ആയിട്ട് √8 കൊടുത്തു, y1 ആയിട്ട് 1 കൊടുത്തു. ആ √8, 1 എന്ന് പറഞ്ഞാലേ ആ കാണുന്ന സർക്കിളിലെ പോയിന്റ് അല്ലേ. അപ്പൊ കർവിലെ പോയിന്റ് ആണ് ഞാൻ ടി ഈക്വൽ 0 കൊടുക്കുന്നെങ്കിൽ അത് ആ ഇക്വേഷനാ, അത് ടാൻജന്റ് ഇക്വേഷനാ. എന്നാൽ ഈ കാണുന്ന 100,20 എന്ന് പറഞ്ഞാലേ ഈ സർക്കിളിലെ ഈ കർവിലെ പോയിന്റ് അല്ല അല്ലെ. ഈ പോയിന്റ് ഇതിലേക്ക് കൊടുത്താലേ, ഈ പോയിന്റ് ഇതിലേക്ക് കൊടുത്താൽ എന്താ വരിക? x × x1 ആരാ? 100 അല്ലെ, y × y1 ആരാ? 20 -9 0 അല്ലേ അല്ലെ. ഇത് ആഡ് ഇക്വേഷൻ അല്ല, ഇത് ടാൻജന്റ് ഇക്വേഷൻ അല്ല, ഇത് ആഡ് ഇക്വേഷനാ. ഈ പോയിന്റ് ഞാൻ 2 ടാൻജന്റ് വെച്ചു അല്ലെ. ഈ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് അല്ലോ അല്ലെ, മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിലെ ആ പോയിന്റ് യോജിപ്പിച്ച് വരക്കുന്ന ഈ കോഡിലെ ആ കോഡിന്റെ ഇക്വേഷൻ ആണിത്. എന്ന് മനസ്സിലായി? ഒന്നുമില്ലടാ, ടി ഈക്വൽ 0 ചില സമയത്ത് ടാൻജന്റ് ഇക്വേഷൻ ആവും, ചില സമയത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷൻ ആവും. എന്താണ് ടി ഈക്വൽ 0 എന്ന് പറഞ്ഞാലേ ചില സമയത്ത് ടാൻജന്റ് ഇക്വേഷൻ ആവും, ചില സമയത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷൻ ആവും അല്ലെ. എപ്പോഴാണ് ടാൻജന്റ് ആവുക, എപ്പോഴാണ് കോഡ് ഓഫ് കോണ്ടാക്ട് ആവുക? ഒന്നുമില്ല, ഞാൻ ടി ഈക്വൽ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന പോയിന്റ് സർക്കിളിലെ പോയിന്റ് ആണെങ്കിൽ അത് ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷനാണ്. എന്താ അവിടെ ഞാൻ ടി ഈക്വൽ 0 ടി ഈക്വൽ 0 എന്ന് എഴുതുമ്പോഴേ അവിടെ അൺനോൺ ആയിട്ടുള്ള x1 y1 ഉണ്ടാവില്ലേ അല്ലെ. ആ x1 y1 ആയിട്ട് ഞാൻ ആ കാണുന്ന കർവ്, ആ കർവ് സർക്കിൾ ആവട്ടെ പരാബോട്ടെ ഏതാവട്ടെ അല്ലെ, ആ കർവിലെ പോയിന്റ് ആണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നെങ്കിൽ ആ കാണുന്ന ഇക്വേഷൻ ആ പോയിന്റിൽ വരയ്ക്കുന്ന ടാൻജന്റ് ഇക്വേഷനാണ്. എന്നാൽ അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോയിന്റ് ആ കർവിലെ പോയിന്റ് അല്ല, ആ കർവിലെ പുറത്തെ പോയിന്റ് വിചാരിക്കും അല്ലെ. സോ കർവിന്റെ പുറത്തെ പോയിന്റ് ആണ് ടി ഈക്വൽ 0 കൊടുക്കുന്നതെങ്കിൽ അത് ആ പോയിന്റിൽ വരയ്ക്കുന്ന കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷൻ ആണ്. ആ പോയിന്റിൽ വരയ്ക്കുന്ന 2 ടാൻജന്റ് അല്ലേ, ആ ടാൻജന്റ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് അല്ലേ എന്ത് കോഡ് ഓഫ് കോണ്ടാക്ട് എൻഡ് പോയിന്റ്. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പൊ എന്താ ടി ഈക്വൽ 0 കർവിലെ പോയിന്റ് കൊടുത്ത ടാൻജന്റ് ഇക്വേഷൻ ആണ്, കർവിലെ പുറത്തെ പോയിന്റ് കൊടുത്താൽ അത് കോഡ് ഓഫ് കോണ്ടാക്ട് ഇക്വേഷൻ ആണ്. അത് അങ്ങനെ പഠിച്ചു വെക്കാം. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് കോഡ് വിത്ത് ഗിവൺ മിഡ് പോയിന്റ്. അതായത് അഗെയിൻ സർക്കിൾ ആവട്ടെ പരാബോൾ ആവട്ടെ ഹൈപ്പർബോൾ ആവട്ടെ എലിപ്സ് ആവട്ടെ എന്തോട്ടെ, ഒരു ഞാൻ എക്സാമ്പിൾ സർക്കിൾ എടുത്തു, ഇത് ആർക്കും ബാധകമാണ്, ഇത് ആർക്കും ബാധകമാണ്. ഞാൻ ഏതോ ഒരു കർവ് എടുത്തു, അത് സർക്കിൾ ആവട്ടെ പരാബോൾ ആവട്ടെ ഹൈപ്പർബോൾ ആവട്ടെ എലിപ്സ് ആവട്ടെ ആരും ആവട്ടെ അല്ലെ, ആരും ആവട്ടെ, അത് കോഡുണ്ട് അല്ലെ. ആ കോഡിന്റെ മിഡ് പോയിന്റ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കും, കോഡിന്റെ മിഡ് പോയിന്റ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കും അല്ലെ. ആ കോഡിന്റെ മിഡ് പോയിന്റ് അറിയാമെങ്കിൽ ആ കോഡിന്റെ ഇക്വേഷൻ ഇതായിരിക്കും, ടി ഈക്വൽ s1 ആണ്. എന്താണ് കോഡിന്റെ മിഡ് പോയിന്റ് അറിഞ്ഞാൽ ആ കോഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ടി ഈക്വൽ s1 ആണ്. ടി ഈക്വൽ s1 ആണ്. വളരെ 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 ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻ ആണ്, വൃത്തിയായി മനസ്സിലാക്കണം. ടി ഈക്വൽ s1 വേണമെങ്കിൽ ഞാൻ എക്സാമ്പിൾ ചെയ്യാം, ഒരു എക്സാമ്പിൾ ഞാൻ ചെയ്യാം. എൻ്റെ കയ്യിൽ ഒരു പരാബോൾ ഉണ്ട്, ഇതാരായാലും ബാധകട്ടോ, പരാബോള ആണെന്നില്ല, സർക്കിളോ എലിപ്സോ ആരാവാം അല്ലെ. ഈ പരാബോൾ ഇക്വേഷനെ y² - 8x0 ചോദിക്കും. ദെൻ ഇവിടെ ഒരു കോഡ് ഉണ്ട്,
ഈ കോഡിന്റെ മിഡ് പോയിന്റ് വെറുതെ എക്സാമ്പിൾ ഞാൻ പറയാണ് ഒരു 3,10 എന്ന് വിചാരിക്കുക. ഈ 3,10 എന്താണ്? ആ കാണുന്ന കോഡിന്റെ മിഡ് പോയിന്റ് ആണ് അല്ലെ. അങ്ങനെ കോഡിന്റെ ഇക്വേഷൻ തരാ മനസ്സിലാക്കുക. കോഡിന്റെ മിഡ് പോയിന്റ് കിട്ടിയാലേ ആ കോഡിന്റെ ഇക്വേഷൻ എന്താ? T=S1 ആണ്. T=S1 ആണ് അല്ലെ. ഇനി ടി ആരാ? ടി എന്താ? y² എന്ത് ചെയ്താ? y × y ചെയ്താ അല്ലെ. -8x ചെയ്താ -4x 2x ഒരു x x1 2y ഒരു y y1 അങ്ങനെ ഇതില് അല്ലെ ടി എഴുതി അല്ലെ. ഇനി S1 ആരാ? S1 നൊട്ടേഷൻ നമ്മൾ പഠിച്ചല്ലേ. S1 നൊട്ടേഷൻ അർത്ഥം എന്താ? നമ്മുടെ ഗിവൺ പോയിന്റ് ആ കർവിലേക്ക് ഇട്ട് കൊടുക്കല്ലേ അല്ലെ. അവിടെ പോയിന്റ് x1 y1 ആണെങ്കിൽ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന y1² - 8x1 അല്ലേ അല്ലെ. ഇതല്ലേ മക്കളെ ടി? ഇതല്ലേ S1 അല്ലെ. S1 ഞാൻ ഇന്നത്തെ ടോപ്പിക് സ്റ്റാർട്ട് ചെയ്ത് പറഞ്ഞാണ്. S1 എന്ന് പറഞ്ഞാലേ എന്റെ പോയിന്റ് x1 y1 ആണെങ്കിൽ ആ x1 y1 ഇതിലേക്ക് ഇട്ട് വിളിക്കുന്നതാണ് S1 അല്ലെ. അപ്പൊ ഇതായി ഇനി ആ പോയിന്റ് കൊടുത്താൽ മതി അല്ലെ. x1 ആരാ? ഇവിടെ 3 x1 ആരാ? 3 y1 ആരാ? 10 സോ y × y1 ആരാ? 10 -4x -4 × x1 ആരാ? 3 y1² y1 10 അല്ലേ. സോ 10² -8 × x1 എന്താ? 3 അല്ലേ. ഇതാണ് കോഡിന്റെ ഇക്വേഷൻ വരിക. T=S1. ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചാണ്. അപ്പൊ അതാണ് എനിക്ക് അവിടെ പറയാനുള്ളത്. ക്ലിയർ ആയി വിചാരിക്കണം. ഇതാണ് മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കണം തിയറി. അതിൽ ആവശ്യമുള്ള മെയിൻ കാര്യങ്ങൾ മൊത്തം പറഞ്ഞിട്ടുണ്ട്. അത് ക്ലിയർ ആയി വിചാരിക്കാണ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഉപയോഗിച്ച് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് കിടക്കാം. ഇവിടെ എന്താ? കൺസിഡർ ദ എലിപ്സ് x²/9 + y²/4 എന്താ? 1. എന്റെ കയ്യിൽ ഒരു എലിപ്സ് ഉണ്ട്. ആ എലിപ്സിന്റെ ഇക്വേഷൻ എന്താ? x²/9 + y²/4 1. x²/9 + y²/4 എന്താണ്? 1 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ അതിന്റെ a വാല്യൂ 3 b വാല്യൂ 2 അല്ലേ. അപ്പൊ ഈ പോയിന്റ് 3,0 ആയിരിക്കും അല്ലെ. ഈ പോയിന്റ് 0,2 ആയിരിക്കും. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഇനിയോ S is P, Q. S എന്ന പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് ആരാ? P, Q ആണ്. ബി എ പോയിന്റ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രന്റ്. ആ പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രന്റ് പോയിന്റാ. ഫസ്റ്റ് ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇതല്ലേ ഫസ്റ്റ് ക്വാഡ്രന്റ് ഇവിടുത്തെ പോയിന്റാ അല്ലെ. ഇനി എന്താ? P²/9 + Q²/4 എന്താ? >1 ആണ്. അതിന്റെ അകത്ത് എന്താ? നമുക്ക് എല്ലാവർക്കും വരാം. ആ PQ ഇതിലേക്ക് കൊടുത്താലേ P²/9 + Q²/4 അല്ലെ. അത് =1 ആണെങ്കിൽ ആ പോയിന്റ് ആ കാണുന്ന എലിപ്സിലെ പോയിന്റ് ആവില്ലേ അല്ലെ. നമുക്ക് എല്ലാവർക്കും വരാം. ഇത് <1 ആണെങ്കിൽ ആ പോയിന്റ് അതിലേക്ക് ഇട്ട് കൊടുത്താലേ <1 ആണെങ്കിൽ ആ പോയിന്റ് ആ എലിപ്സിന്റെ ഉള്ളിലത്തെ പോയിന്റ് ആവില്ലേ അല്ലെ. >1 ആണെങ്കിൽ ആ പോയിന്റ് ആ എലിപ്സിന്റെ പുറത്തെ പോയിന്റ് ആവില്ലേ അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാടാ S1. എന്താ മക്കളെ S1 എന്ന് പറഞ്ഞാൽ? ഓർമ്മയുണ്ടോ? S1 ഓർമ്മയുണ്ടോ എല്ലാവർക്കും? S1 എന്താ? നമ്മുടെ പോയിന്റ് കർവിലേക്ക് ഇട്ട് കൊടുക്കുന്നല്ലേ അല്ലെ. പോയിന്റ് കർവിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് വിളിക്കുന്ന S1. ആ S1 = 0 ആണെങ്കിൽ ആ പോയിന്റ് ഓൺ ദ കർവാ അല്ലെ. S1 <0 ആണെങ്കിൽ ആ പോയിന്റ് ഇൻസൈഡ് ദി കർവാണ്. x1 <0 ആണെങ്കിൽ ആ പോയിന്റ് ഔട്ട്സൈഡ് ദി കർവാ. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കേസാണ് അല്ലെ. എന്താ S1 എന്ന് പറഞ്ഞാല്? S1 എന്ന് പറഞ്ഞാല് നമ്മുടെ കയ്യിൽ ഒരു പോയിന്റ് ഉണ്ടാവും അല്ലെ. ആ പോയിന്റ് കർവിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് വിളിക്കുന്നതാണ് S1. ആ S1 0 ആണെങ്കിൽ ആ പോയിന്റ് ഓൺ ദ സർക്കിൾ ആണ്. S1 <0 ആണെങ്കിൽ ആ പോയിന്റ് ഇൻസൈഡ് ദി സർക്കിൾ ആണ്. സർക്കിൾ ആവേണ്ട ഏത് കർവാട്ടെ. S1 <0 ആണെങ്കിൽ അത് ഔട്ട്സൈഡ് വരിക അല്ലെ. ഇവിടെ എന്താ? ഇവിടെ ഈ PQ എന്ന പോയിന്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്താലേ P²/Q² ആവില്ലേ അല്ലെ. ഇത് വേണമെങ്കിൽ ഈ 1 കൂടെ -1 ആവും. എനിവേ അത് > വന്നില്ലേ അല്ലെ. > വന്നാലേ ആ പോയിന്റ് ആ കാണുന്ന എലിപ്സിന്റെ പുറത്താണ് അല്ലെ. ആ PQ എന്ന പോയിന്റ് ഇവിടെ എവിടെയും വരും. അത് പുറത്താണ്. അപ്പൊ എവിടെയും വരും. ഇവിടെ എവിടെയും വരട്ടെ. PQ ഈ പോയിന്റ് ആരാണ്? PQ ആണ്. ആ പോയിന്റ് ആണ് PQ ആണ് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞാ 2 tangents are drawn from S. ഈ S ഉണ്ടല്ലോ. ഈ S ഇതാണ് S അല്ലെ. ഇതാണ് S. ആ S ന്ന് 2 ടാൻജന്റ് വരച്ചു അല്ലെ. ആ 2 ടാൻജന്റ് എന്താ? മീറ്റ് എലിപ്സ് അറ്റ് 1 end of the minor axis അല്ലെ. അതിൽ ഒരാള് മൈനർ ആക്സിന്റെ ഒരു എൻഡിൽ മീറ്റ് ചെയ്യും അല്ലെ. ഇതല്ല മൈനർ ആക്സ്. ആ മൈനർ ആക്സിന്റെ ഒരു എൻഡ് ഇവിടെ അല്ലേ അല്ലെ. അപ്പൊ ചുരുക്കി പറഞ്ഞാലേ ഒരു ടാൻജന്റ് മൈനർ ആക്സിന്റെ എൻഡിൽ മീറ്റ് ചെയ്യും. അല്ലെ. മറ്റേ ടാൻജന്റോ? ആൻഡ് അതർ മീറ്റ്സ് ദ എലിപ്സ് അറ്റ് T അത് ഫോർത്ത് പോയിന്റ് അല്ലെ. ഫോർത്ത് ക്വാഡ്രന്റ്. അടുത്ത ടാൻജന്റ് രണ്ടാമത്തെ ടാൻജന്റ് ആ കാണുന്ന എലിപ്സിനെ മീറ്റ് ചെയ്യുന്ന എവിടെയാണ്? T. ഇതാണ് T.
ഇവിടെയാണ് മീറ്റ് ചെയ്യുന്നത്, ഇതാണ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് കേട്ടോ. ആ ടിയാ, ആ ടി എവിടെ ഫോർത്ത് കോണ്ട ആണല്ലോ, ആണ്. എന്താ എടാ ഒരു പോയിന്റ് എസ് ഉണ്ട് പി കോമ ക്യൂ ആ പി കോമ ക്യൂ എലിപ്സിന്റെ പുറത്തെ പോയിന്റ് ആയിക്കോട്ടെ ആണ്. എന്നിട്ടോ ആ പോയിന്റിന് ഞാൻ 2 ടാൻജന്റ് വരച്ചു അല്ലെ. അതിൽ ഒരു ടാൻജന്റ് എന്താണ് മൈനർ ആക്സിന്റെ എൻ പോയിന്റിൽ മീറ്റ് ചെയ്യും അല്ലെ, എൻ പോയിന്റിൽ ടച്ച് ചെയ്യും. ഓക്കെ, ടച്ച് ചെയ്തു അല്ലെ. മറ്റേ ടാൻജന്റിന് എലിപ്സിനെ ടച്ച് ചെയ്യുന്ന പോയിന്റ് എവിടെയാ ഫോർത്ത് കൊണ്ട, അത് ടിയാ, അത് മാർക്ക് ചെയ്തു അല്ലെ. ഇനി എന്താ ലെറ്റ് ആർ ബി ദ വെർട്ടെക്സ് ഓഫ് ദി എലിപ്സ് വിത്ത് പോസിറ്റീവ് എക്സ് കോർഡിനേറ്റ് അല്ലെ. അവിടെ പോസിറ്റീവ് എക്സ് കോർഡിനേറ്റ് ഉള്ള ആൾ ഇതല്ലേ. അപ്പൊ ഇതാണ് ഈ പോയിന്റ് ആണ്, ഇത് 6, ഈ പോയിന്റ് ആണ് 6. Then what is next? O is the center of the ellipse. Ellipse center ആണ് O അല്ലെ. Then area of triangle ORT is 3/2. ഇത് ORT എന്ന ട്രയാങ്കിൾ ആണ്. ORT ഇവിടെ എവിടെ വരച്ചു ഇതിന്റെ ORT എന്താ ഒരു മിനിറ്റ് ഇതാണ് ORT എന്ന ട്രയാങ്കിൾ അല്ലെ. ആ ട്രയാങ്കിൾ ORTന്റെ ഏരിയ എന്താ 3/2 ആണ് അല്ലെ. ഏരിയ ഓഫ് ട്രയാങ്കിൾ ORTന്റെ ORT അതിന്റെ ഏരിയ എന്താണ് 3/2 ആണ്. അങ്ങനെ ഈ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്, തന്നതിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ അല്ലെ. Q = 2, P = 3√3, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ അതെങ്ങനെ കാണാൻ പറ്റുക, ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് എങ്ങനെയാണ് കാണാൻ പറ്റുന്നത് പറ, നല്ലോണം ആലോചിച്ച് പറയാം. ഈസിയാ, ആ എടുത്തുള്ളൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. നമുക്ക് എന്തൊക്കെ വേണം, Q വേണം, P വേണം അല്ലെ. Q വേണം, P വേണം. എന്നാൽ ആദ്യം ഇതല്ല P, Q. ഞാൻ പറയാണ് Q 2 ആണ്. Q എന്താ 2 ആണ്. എങ്ങനെ മനസ്സിലായി Q 2 ആണ്? എങ്ങനെ മനസ്സിലായി? എടാ ഇത് ഒറിസോണ്ടൽ ലൈനിൽ വരിക അല്ലെ. ഒറിസോണ്ടൽ ലൈനിന്റെ y കോൺസ്റ്റന്റ് ആവില്ലേ അല്ലെ. ഇവിടുത്തെ y എന്താ 2 ആണ്. അപ്പൊ ഇവിടുത്തെ y 2 ആവില്ലേ അല്ലെ. അപ്പൊ ഇവിടുത്തെ y എന്താവും 2 ആവും അല്ലെ. അപ്പൊ ഇത് 2 ആവില്ലേ. അപ്പൊ Q എന്താവും 2 ആവും. സോ ഡയറക്റ്റ് എനിക്ക് ആര് കിട്ടി, വളരെ ഈസി ആയിട്ട് Q കിട്ടി. Q എന്താ 2 ആണ്. Q എന്താ 2 ആണ്, അത് കിട്ടി അല്ലെ. അപ്പൊ Q1 എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ തെറ്റാ. Q1 എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ തെറ്റാ. Q എന്താണ് 2 ആണ് അല്ലെ. അപ്പൊ ഓപ്ഷൻ എ ആവാം അല്ലെങ്കിൽ ഓപ്ഷൻ ബി ആവാം അല്ലെ. അത് കിട്ടി. ഇനി ഈ പോയിന്റ് ഞാൻ ആൽഫ ബീറ്റ എന്ന് വിളിച്ചാലേ ഈ ആൽഫ ബീറ്റ എന്താ വരിക, അപ്പോൾ ആൽഫ ബീറ്റ എന്ന് വിചാരിക്കും അല്ലെ. നമുക്ക് എല്ലാവർക്കും ഈ ട്രയാങ്കിൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റ് അല്ലേ അല്ലെ. ആ ട്രയാങ്കിൾ ഏരിയ എന്താ ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റാ. അപ്പൊ എന്താ ഹാഫ് ഇൻറ്റു ബേസ് ആണ്, ഈ ലെങ്ത് അല്ലേ, ഈ ലെങ്ത് അല്ലേ ബേസ് അല്ലെ. ഈ ലെങ്ത് 3 അല്ലേ വരിക. അപ്പൊ ആ ലെങ്ത് എന്താ 3. എടാ ഇതല്ല ഹൈറ്റ്, ഇതല്ല ഹൈറ്റ്. എടാ ഇത് ആൽഫ കോമ ബീറ്റ ആയതുകൊണ്ടേ ഈ ലെങ്ത് ആൽഫയും ഈ ലെങ്ത് മോളസ് ബീറ്റയിൽ വരിക അല്ലെ. ശരിക്കും ബീറ്റ എന്ന് എടുക്കാൻ പറ്റില്ല, ബീറ്റ ആകുമ്പോൾ നെഗറ്റീവ് വരിക അല്ലെ. അപ്പൊ മോളസ് ഓഫ് ബീറ്റ എടുക്കണം. കാരണം എന്താ അവിടെ ഇത് താഴെ നെഗറ്റീവ് എക്സ് ആക്സ് നെഗറ്റീവ് y ആക്സ് ആയതുകൊണ്ട് ആ ബീറ്റ വരെ നെഗറ്റീവ് കിട്ടുക അല്ലെ. അപ്പൊ ഏരിയ എടുക്കുമ്പോഴേ നെഗറ്റീവ് ആയി എടുക്കല്ലോ. അവിടെ ശരിക്കും ഏരിയ എന്താ ഹാഫ് ഇൻറ്റു ബേസിന്റെ ഹൈറ്റാ. സോ ഹാഫ് ഇൻറ്റു ബേസ് ആരാ ആൽഫ, ഹൈറ്റ് ആരാ മോളസ് ഓഫ് ബീറ്റ ആണ്, മോളസ് ഓഫ് ബീറ്റ. റീസൺ മനസ്സിലായോ? കാരണം എന്താ എടാ ഞാൻ ഈ പോയിന്റ് ആൽഫ കോമ ബീറ്റ ആക്കി എടുത്തില്ലേ. ആ പോയിന്റ് ആൽഫ കോമ ബീറ്റ ആക്കി എടുക്കുമ്പോഴേ ആ ശരിക്കും ബീറ്റ നെഗറ്റീവാ. കാരണം എന്താ ആ പോയിന്റ് നെഗറ്റീവ് എക്സ് ആക്സ് പോയിന്റാ, നെഗറ്റീവ് y ആക്സ് പോയിന്റാ. നെഗറ്റീവ് y ആക്സ് ആകുമ്പോഴേ ബീറ്റ നെഗറ്റീവ് വരാം അല്ലെ. സോ ഹാഫ് ഇൻറ്റു 3 ഇൻറ്റു മോഡ് ബീറ്റ ആണ് അല്ലെ. അതല്ലേ ഏരിയ ഓഫ് ട്രയാങ്കിൾ വരിക. ആ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്താ നമ്മൾ 3/2 പറഞ്ഞില്ലേ, 3/2 അല്ലെ. ഈ 3 യും 3 യും കട്ട് ചെയ്യുക, 2 യും 2 കട്ട് ചെയ്യുക. സോ മോഡ് ബി എന്താ 1. സോ മോഡ് ബീറ്റ് എന്താ 1 ആ. ബീറ്റ് എന്താ +or-1 ആണ്. ബീറ്റ +or-1 ആണ്. നിങ്ങൾ പറ ഇവിടുത്തെ ബീറ്റ +1 എടുക്കണോ -1 എടുക്കണോ? ഓഫ് കോഴ്സ് -1 എടുക്കാം. എന്താ റീസൺ? ഇത് നെഗറ്റീവ് y ആക്സിലടാ. നെഗറ്റീവ് y ആക്സ് ആകുമ്പോൾ ബീറ്റ നെഗറ്റീവ് ആവൂലേ. സോ ബീറ്റ എന്താ -1 ആണ്. ബീറ്റ -1 ആണ്. ആൽഫ കോമ -1 കിട്ടി അല്ലെ. ഇനി ആൽഫനാണ്. ആൽഫ കാണാൻ വളരെ ഈസിയാ. എങ്ങനെയാടാ ഈ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ എലിപ്സിലെ പോയിന്റ് അല്ലേ അല്ലെ. ഒരു പോയിന്റ് എലിപ്സിലെ പോയിന്റ് ആകുമ്പോഴേ ആ പോയിന്റ് എലിപ്സിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ അല്ലെ. എന്താ എലിപ്സിന്റെ ഇക്വേഷൻ? എന്താണ് എലിപ്സിന്റെ ഇക്വേഷൻ? x²/9 + y²/4 = 1 അല്ലേ. ഇതാണ് എലിപ്സിലെ ഇക്വേഷൻ, എലിപ്സിന്റെ ഇക്വേഷൻ അല്ലെ. ആ എലിപ്സിലെ പോയിന്റ് ആണ് ആര് ആൽഫ കോമ -1 അല്ലെ. അപ്പൊ പോയിന്റ് ആ എലിപ്സിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടേ അല്ലെ. ആ പോയിന്റ് എലിപ്സിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി x²/9 x ആൽഫ അല്ലേ. സോ ആൽഫ ²/9 y²/4 y -1 അല്ലേ. -1² 1²/4 അല്ലേ. 1²/4 അല്ലേ 1 അല്ലെ. സോ ആൽഫ ²/9 എന്താ 1 - 1/4 3/4 അല്ലേ അല്ലെ. അപ്പൊ ആൽഫ സ്ക്വയർ എന്താ 3 × 9 27 അല്ലേ, 27/4 അല്ലെ. അപ്പൊ ആൽഫ എന്താ
ആൽഫ ഈസ് പ്ലസ് ഓർ മൈനസ് √27/4 അല്ലെ. ഇതെനിക്ക് പ്ലസ് ഓർ മൈനസ് √27 √9/3 അല്ലേ, അപ്പൊ 3√3 അല്ലേ ബൈ √4 2 അല്ലേ. പ്ലസ് ഓർ മൈനസ് 3√3/2 ആണ്. പക്ഷെ ആൽഫ പ്ലസ് എടുക്കണം മൈനസ് എടുക്കണം എടാ. ഈ ആൽഫ എക്സ് കോണിട്ട് അല്ലേ അല്ലെ, ഇവിടെ പ്ലസ് എക്സ് അല്ലേ വരിക അല്ലെ. ഇത് ഫോർത്ത് കൊണ്ടല്ലേടാ, ഫോർത്ത് കൊണ്ടല്ലേ എക്സ് കോണിട്ട് പ്ലസ് അല്ലേ വരിക. എടാ ഇത് ഫോർത്ത് കൊണ്ടാ, ഫോർത്ത് കൊണ്ട് എക്സ് കോണിട്ട് പ്ലസ് ആ വരിക, അപ്പൊ ആൽഫ പ്ലസ് ആ വരിക. അപ്പൊ ആൽഫ എന്താ പ്ലസ് 3√3/2. ബീറ്റ നേരത്തെ എന്ത് കിട്ടി, നേരത്തെ -1 കിട്ടി, ആൽഫ കിട്ടി, ബീറ്റ കിട്ടി അല്ലെ. അതുകൊണ്ടുള്ള കാര്യം എന്താ, അങ്ങനെ കണ്ടാലേ എടാ എനിക്ക് അവസാനം കണ്ട് പിയും ക്യൂ ആട്ടോ അല്ലെ. ആ പിയും ക്യൂ എങ്ങനെ കാണാം, ഈ ടാൻജന്റ് ഇക്വേഷൻ കാണാൻ പറ്റൂലേ. എങ്ങനെയാ, ഞാൻ എലിപ്സ് വരക്കണേ. ആ എലിപ്സ് ഞാൻ ഇവിടെ വരച്ചു, അല്ലെ. ഈ പോയിന്റ് ആരായിരുന്നു, ആൽഫ -1 3√3/2 -1 അല്ലേ. ഇതാണ് ടാൻജന്റ് അല്ലെ. ആ എലിപ്സിന്റെ ഇക്വേഷൻ എന്താ, x²/9 + y²/4 -1 0 അല്ലേ. അങ്ങനെ ഈ ടാൻജന്റ് ഇക്വേഷൻ എന്താ എടാ, ഈ പോയിന്റിലെ ടാൻജന്റ് അല്ലേ. ആ പോയിന്റ് നമുക്ക് എല്ലാവർക്കും അറിയില്ലേ, പോയിന്റ് അറിഞ്ഞ ടാൻജന്റ് ഇക്വേഷൻ t = 0 അല്ലേ, t = 0. അപ്പൊ t എന്തിനാ, x² x/x/9 y² y/y/4 -1 = 0. 2x x1 2y 1y1 അല്ല. അപ്പൊ എന്തായി, x × x1 ആരാ 3√3/2 അല്ലേ /9 പ്ലസ് y × y1 ആരാ -1 അല്ലേ /4 -1 അല്ല. ഇത് വൃത്തിയാക്കിയത് 3 3 പോയാൽ ബാക്കി 3 അല്ലേ. അപ്പൊ എന്താ √3x/6 3 × 6 അല്ലേ -y/4 -1 ആരാ 0. ഇതല്ലേ ആ കാണുന്ന ലൈൻ ഇക്വേഷൻ വരാ അല്ലെ. ഇതാണ് ലൈൻ ഇക്വേഷൻ വരിക. അപ്പൊ എന്ത് കിട്ടി, ടാൻജന്റ് ഇക്വേഷൻ കിട്ടി അല്ലെ. ഇനി ആ ടാൻജന്റിൽ ഒരു പോയിന്റ് അല്ലേ മക്കളെ ഈ P, Q എന്ന് പറഞ്ഞാല് അല്ലെ. ആ P, Qയിലെ P, 2 അല്ലെ Q2T അല്ലെ. ഇനി P കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ, ആ ടാൻജന്റിലെ എടാ ഈ ടാൻജന്റിലെ ഇതല്ലേ ടാൻജന്റ്, ആ ടാൻജന്റിൽ ഒരു പോയിന്റ് ആ P, Q അല്ലെ. ആ P, 2 എഴുതാം, P, 2 അല്ലെ. അങ്ങനെയെങ്കിൽ ആ P, 2 എന്ന് പറഞ്ഞ ആ ടാൻജന്റ് പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് ആ ടാൻജന്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യില്ലേ അല്ലെ. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് ഈ ടാൻജന്റ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ആ പോയിന്റ് ടാൻജന്റിലേക്ക് ഇട്ട് കൊടുക്കാലോ. അപ്പൊ എന്തിനാ √3x/6 അല്ലേ, √3x/6 x ആരാ P ആ. ദെൻ -y/4 y2 അല്ലേ 2/4 -1 ആരാ 0 അല്ലെ. സോ √3/6p -2/4 -1/2 അല്ലേ, -1/2 -1 -3/2 അല്ലേ, അത് ഇങ്ങനെ 3/2 അല്ലേ അല്ലെ. സോ p എന്താ 3/2 × 6/√3 അല്ലേ. കട്ട് ചെയ്താൽ ഇത് 3 ആവും അല്ലെ. ദെൻ 3/√3 അല്ലേ, അപ്പൊ 3√3 അല്ലെ. സോ p ആരാ 3√3 അല്ലെ, 3√3. സോ p 3√3, q എന്താ 2 ആണ്. ഓപ്ഷൻ എ ആൻസർ വരാം. നല്ല അടിപൊളി ക്വസ്റ്റൻ ആണ്, ജോമെട്രിക്കലി ചിന്തിച്ച ഒരു ബുദ്ധിമുട്ടില്ല. JEE അഡ്വാൻസ് 2024 ചോദിച്ച ക്വസ്റ്റൻ ആണ്. അപ്പൊ അത് ക്ലിയർ ആയി വിചാരിക്കുകയാണ്. നെക്സ്റ്റ് വൺ അഗൈൻ JEE അഡ്വാൻസ് 2024 ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ ടേബിൾ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. ഇവിടെ എന്താ ലെറ്റ് എ സ്ട്രെയിറ്റ് ലൈൻ y = x ടച്ച് ദ സർക്കിൾ വിത്ത് സെന്റർ 0, അല്ലെ. y = x എന്ന നോക്കണേ, y = x എന്ന ലൈൻ ഉണ്ട്, y = x എന്ന ലൈൻ ഉണ്ട്. y = x എന്ന് പറയുമ്പോഴേ y = x എന്ന് പറയുമ്പോൾ 2x - y 0 അല്ലേ. 2x - y എന്താ 0. അതെന്ത് ചെയ്യുന്നുണ്ട്, ആ സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലെ. ഇനി ആ സർക്കിളിന്റെ സെന്റർ എവിടെയാ, ആ സർക്കിളിന്റെ സെന്റർ 0, ആണ്. ദെൻ ആ സർക്കിളിന്റെ റേഡിയസ് ആരാ 6 ആണ്. ആ സർക്കിൾ റേഡിയസ് ആരാ 6 ആണ് അല്ലെ. ഇനി ക്വസ്റ്റ്യൻ പറഞ്ഞാ ഇത് ടച്ച് ചെയ്യുന്ന പോയിന്റ് A1 കേട്ടോ. ഈ ടച്ച് ചെയ്ത പോയിന്റ് ആരാ A1. അപ്പൊ ഈ പോയിന്റ് ആരാ A1. ആ പോയിന്റ് ആരാ A1. പിന്നെ B1 be the point on the circle such that line A1 B1 is the diameter of the circle അല്ലെ. അപ്പൊ A1 B1 ആരാ, A1 B1 ഡയമീറ്റർ ആണെങ്കിൽ B1 ഇവിടെ വരിക. 4 A1 B1 ഡയമീറ്റർ ആവുള്ളൂ. സോ B1 ഇവിടെ 4 A1 B1 ഡയമീറ്റർ ആവുള്ളൂ. അപ്പൊ ഇത് കിട്ടി അല്ലെ. അങ്ങനെയെങ്കിലേ ഓപ്ഷനിൽ മൊത്തം ഉള്ളത് ആരൊക്കെയാ, ആൽഫ ഉണ്ട്, ഐ മീൻ ടേബിൾ ആരൊക്കെയാ, ആൽഫ ഉണ്ട്, R ഉണ്ട്, A1 ഉണ്ട്, B1 ഉണ്ട്, എല്ലാവരും നമുക്ക് കാണാം അല്ലെ. ഞാൻ കാണാൻ ശ്രമിക്കാണ്, ശ്രദ്ധിച്ചിരിക്കലാരും. എങ്ങനെയാണ്, ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ പറഞ്ഞ വേറെ ഇൻഫർമേഷൻ എന്താ, ആൽഫ + R 5 + √5 ആൽഫ + R ആരാ
ആൽഫ പ്ലസ് ആർ ആരാ 5 പ്ലസ് റൂട്ട് 5 ആ. അങ്ങനെങ്കിൽ ഇനി ആൽഫയും ആറും കാണെങ്കിൽ ഒരു ആൽഫന്റെ ആറിന്റെ ഒരു ഇക്വേഷൻ കിട്ടിയാൽ പോലെ ആൽഫന്റെ ആറിലെ ഒരു ഇക്വേഷൻ ഇപ്പൊ നമുക്ക് കയ്യിലുണ്ട് അല്ലെ. ഇനി ആൽഫയും ആറിലെ വേറൊരു ഇക്വേഷൻ കൂടി കിട്ടിയാലേ ആ രണ്ട് സോൾവ് നമുക്ക് ആൽഫയും ആറും കിട്ടൂലേ. അപ്പൊ വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കണേ. വേറെ ഇക്വേഷൻ ഉണ്ടാക്കി എടുക്കാൻ വേണ്ടി ഞാനേ ഈ കാണുന്ന പോയിന്റും ഈ കാണുന്ന ലൈൻ തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ഫോമിൽ എന്താ പോയിന്റും ലൈനും തമ്മിൽ ഡിസ്റ്റൻസ് ആണ് ഫോമിൽ ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b² അല്ലേ ആണ്. അപ്പൊ ഈ പോയിന്റ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പൊ എന്തായി 2 x ആര 0 മൈനസ് y ആര ആൽഫ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b². a² 2² അല്ലേ പ്ലസ് b² 1² 1 അല്ലേ അല്ലെ. ഇതിന്റെ വാല്യൂ അല്ലേ 6 വരിക അല്ലെ. അവിടെ ഈ പോയിന്റിൽ ഈ ലൈനിലേക്ക് ഡിസ്റ്റൻസ് കണ്ടു അല്ലെ. ഒരു പോയിന്റും ലൈൻ തമ്മിൽ ഡിസ്റ്റൻസ് കാണുന്ന ഫോം എന്താ ax1 പ്ലസ് by1 പ്ലസ് c ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് a² പ്ലസ് b². ഇത് മുകളിലെ സ്ക്വയറാണ്. ഇതാണ് 6 വരിക അല്ലെ. അപ്പൊ ഇത് 0 ആയി. മൈനസ് ആൽഫ പ്ലസ് ആൽഫ അല്ലേ. ആൽഫ ബൈ റൂട്ട് 5 എന്താ 6 അല്ലെ. രണ്ടത് സ്ക്വയർ ചെയ്യുക. സ്ക്വയർ എന്ത് തരിക ആൽഫ സ്ക്വയർ ബൈ 5 എന്താ ആ സ്ക്വയർ അല്ലേ അല്ലെ. അപ്പൊ ആൽഫ സ്ക്വയർ എന്താ 5 ആ സ്ക്വയർ ആണ്. ആൽഫ സ്ക്വയർ എന്താ 5 ആ സ്ക്വയർ ആണ് അല്ലെ. ആൽഫ സ്ക്വയർ എന്താ 5 ആ സ്ക്വയർ ആണ്. ഓക്കെ ഇപ്പൊ എന്ത് കിട്ടുക ആൽഫ സ്ക്വയർ ആരാ 5 ഇൻറ്റു ആ സ്ക്വയർ ആണ് അല്ലെ. ഇനി ആൽഫ ആരാ 5 റൂട്ട് 5 മൈനസ് 6 അല്ലേ അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ആൽഫ ആര കിട്ടും ആൽഫ ആരാ 5 പ്ലസ് റൂട്ട് 5 മൈനസ് 6 ആണ് അല്ലെ. ഇത് ഞാൻ ഇവിടെ കൊടുക്കുകയാണെ. അപ്പൊ എന്താ ആൽഫ എന്താ 5 പ്ലസ് റൂട്ട് 5 മൈനസ് 6ന്റെ സ്ക്വയർ 5 ആ സ്ക്വയർ അല്ലേ അല്ലെ. ഇത് സോൾവ് നമുക്ക് ആറിന്റെ വില കിട്ടില്ലേ അല്ലെ. ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ ഡയറക്റ്റ് ആയിട്ട് കിട്ടും. എങ്ങനെയാ വളരെ ഡയറക്റ്റ് ആയിട്ട് ആറിനൊരു റൂട്ട് 5 കൊടുത്തു. ആ റൂട്ട് 5 ആണെങ്കിലേ ഈ റൂട്ട് 5 ബൈ 5 സ്ക്വയർ എന്താ 25. ആ റൂട്ട് 5 ആണെങ്കിലേ റൂട്ട് 5ന്റെ സ്ക്വയർ 5 അല്ലേ. 5 എന്താ 25 അല്ലേ. അവിടെ പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ മതി. ഇവിടെ ആറിന്റെ വാല്യൂ റൂട്ട് 5 രണ്ട് ഓപ്ഷനേ ഉള്ളൂ അല്ലെ. അവിടെ ആറിന്റെ ആയിട്ടേ 2 ഓപ്ഷൻ ഉള്ളൂ. ഒന്ന് റൂട്ട് 5 അല്ലെങ്കിൽ 5 ആവും അല്ലെ. അപ്പൊ രണ്ടും ചെക്ക് ചെയ്താൽ മതി. അല്ലാതെ സോൾവ് ചെയ്തെടുക്കണ്ട. ഇത് സോൾവ് ചെയ്തെടുക്കാൻ കുറച്ച് പണിയാ. അത് സോൾവ് ചെയ്ത രണ്ട് വാല്യൂ ചെക്ക് ചെയ്യാം. 5 ചെക്ക് നോക്കുക. 5 കൊടുത്താലേ ഈ 5 റൂട്ട് 5ന്റെ സ്ക്വയർ 5 അല്ലേ. പക്ഷെ ഇതെന്താ 5 സ്ക്വയർ 25 5 125 വരാ. 5 125 സെയിം അല്ലല്ലോ അല്ല. അപ്പൊ എന്താ 5 പറ്റൂല അല്ലെ. ഇനി റൂട്ട് 5 കൊടുത്താലോ ആ റൂട്ട് 5 ആണെങ്കിലേ ഇത് റൂട്ട് 5 അല്ലെ. അപ്പൊ ഈ റൂട്ട് 5 അല്ലേ 5 സ്ക്വയർ എന്താ 25 ഇത് 5 സ്ക്വയർ ആവൂലേ അതെന്താ 25 അപ്പൊ ആറെന്താ റൂട്ട് 5 എടാ 6 റൂട്ട് 5 ഇവിടെ കൊടുത്താലേ ഈ റൂട്ട് 5 കട്ട് ചെയ്താലേ ആൽഫ 5 ആവൂലേ. സോ ആൽഫ എന്താണ് 5 ആണ്. 6 റൂട്ട് 5 ആണ് ആൽഫ എന്താണ് 5 ആണ്. 6 റൂട്ട് 5 ആണ് ആൽഫ എന്താണ് 5 ആണ് അല്ലെ. അപ്പൊ ആൽഫ എന്താണ് 5 ആണ്. സോ P2 4 ആണ്. P2 4 R എന്താണ് റൂട്ട് 5 ആണ്. അപ്പൊ R2 P2 4 R2 സോ Q2 അല്ലെ. P2 4 Q2 ഇതാവാം എന്തായാലും B അല്ല D അല്ല A ആവാം C ആവാം. അപ്പൊ ഇനി R1 ഉണ്ടെങ്കിൽ അല്ലെ. ആറല്ല ഐ മീൻ ആർ എന്താ A1 അല്ലെ. A1 കാണും അല്ലെ. A1 എന്ന ഈ പോയിന്റ് കാണും. ആ പോയിന്റ് എങ്ങനെയാണ് ആ പോയിന്റ് എങ്ങനെ കാണാൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒന്ന് ചിന്തിച്ചു നോക്ക്. എടാ എനിക്കിപ്പോൾ ആ സർക്കിൾ ഞാൻ വരക്കണേ. ആ സർക്കിൾ ഞാൻ വരക്കണം. ശ്രദ്ധിച്ചിരിക്കുക. ആ സർക്കിൾ ആരാ 0, ആൽഫ ആണ് അല്ലെ. 0, ആൽഫ ആരായിരുന്നു ഇവിടെ പോയി ആൽഫ ഈസ് 5. അപ്പൊ 0, 5 ആണ്. റേഡിയസ് ആറല്ലേ. എന്താ റൂട്ട് 5 അല്ലേ അല്ലെ. അങ്ങനെ ആ സർക്കിളിന് ഇക്വേഷൻ എന്താ x മൈനസ് 0 ഹോൾ സ്ക്വയർ x² അല്ലെ പ്ലസ് y മൈനസ് 5 ഹോൾ സ്ക്വയർ ഈക്വൽ ആ സ്ക്വയർ അല്ലേ. റൂട്ട് 5 അല്ലേ. സ്ക്വയർ എന്താ 5 ആണ്. ഇതാണ് സർക്കിൾ ഇക്വേഷൻ. ഇതാണ് സർക്കിളിന്റെ ഇക്വേഷൻ അല്ലെ. ടാൻജന്റ് ആരാ 2x മൈനസ് y 0 അല്ലേ. അല്ലെ. അവിടെ ഈ പോയിന്റ് അല്ലേ മക്കളെ A1 അല്ലെ. ആ പോയിന്റ് കിട്ടണമെങ്കിൽ ആ ഒരു മെത്തേഡ് എന്താ വളരെ ഈസി മെത്തേഡ് എന്ന് വെച്ചാൽ ഈ കാണുന്ന ആളുടെ ലൈനിന്റെ ഇക്വേഷനും ഈ കാണുന്ന സർക്കിളിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്ത് പറയും അല്ലെ. ഈ കാണുന്ന ലൈനിന്റെ ഇക്വേഷനും ഈ കാണുന്ന സർക്കിളിന്റെ ഇക്വേഷൻ സോൾവ് ചെയ്താലേ ഈ പോയിന്റ് കിട്ടും അല്ലെ. അത് സോൾവ് ചെയ്ത് വളരെ ഈസി നമുക്ക് എന്ത് ചെയ്യുന്നു ആൻസറിലേക്ക് എത്താൻ പറ്റും. അതല്ലേ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യം അല്ലെ. അപ്പൊ എന്താ വരിക പറ
അതൊരു മെത്തേഡാണ്. വേറെ മെത്തേഡ് പറയാം അല്ലെ, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ഞാൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന. അങ്ങനെ എടാ ഈ കാണുന്ന ലൈനിന്റെ ഇക്വേഷനും ഈ കാണുന്ന സർക്കിളിന്റെ ഇക്വേഷനും സോൾവ് ചെയ്യാം അല്ലെ. ആ രണ്ട് സോൾവ് ചെയ്താലേ നമുക്ക് ഈ പോയിന്റ് കിട്ടില്ലേ അല്ലെ. ആ പോയിന്റ് A1 അതൊരു മെത്തേഡാണ്. ഞാൻ വേറെ മെത്തേഡ് എടുക്കാം. വേറെ മെത്തേഡ് എന്താ, ഇതെന്താ എക്സ് സ്ക്വയർ പ്ലസ് y മൈനസ് വൈ ഹോൾ സ്ക്വയർ പറഞ്ഞാലേ y സ്ക്വയർ മൈനസ് 10y പ്ലസ് 25 ഈക്വൽ 5 അല്ലേ അല്ലെ. ഇത് ഇങ്ങോട്ട് എന്തായി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 10y 25 മൈനസ് y 20 അല്ലേ പ്ലസ് 0 അല്ലെ. അങ്ങനെയെങ്കിൽ ഈ പോയിന്റ് x1 y1 ആണെങ്കിൽ ആ ടാൻജന്റ് ഇക്വേഷൻ തരിക. ആ പോയിന്റ് x1 y1 ആണെങ്കിൽ ടാൻജന്റ് ഇക്വേഷൻ t ക്ലോസ് 0 അല്ലേ. അപ്പൊ എന്തിനാ എക്സ് ഇൻറ്റു എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു എക്സ് അല്ലേ എക്സ് സ്ക്വയർ, വൈ സ്ക്വയർ എന്താ y ഇൻറ്റു വൈ മൈനസ് 10y എന്ന് പറഞ്ഞാൽ മൈനസ് y 5y മൈനസ് 5y അല്ലേ പ്ലസ് 20 എന്താ 0. 2x-ൽ ഒരു x(x1), 2y-ൽ ഒരു y1 ഇത് അല്ലെ. ഇനി അപ്പൊ ഇതാണ് ടാൻജന്റ് ഇക്വേഷൻ. എന്താണ് x(x1) അല്ലെ x1x അല്ലെ x1x. ഇവിടുന്ന് y കോമൺ എടുക്കാം അല്ലെ. y കോമൺ എടുത്താൽ ബാക്കി എന്താ y1 മൈനസ് y അല്ലെ മൈനസ് 5y1 പ്ലസ് 20 എന്താ 0. ഇതാണ് ടാൻജന്റ് ഇക്വേഷൻ അല്ലെ. നേരത്തെ കിട്ടിയ ടാൻജന്റ് ഇക്വേഷൻ എന്താ, നേരത്തെ കിട്ടിയ ടാൻജന്റ് ഇക്വേഷൻ 2x മൈനസ് ഇതല്ല ടാൻജന്റ് 2x മൈനസ് y എന്താ 2x മൈനസ് y എന്താ 0. 2x മൈനസ് y എന്താ 0. അതിന്റെ അർത്ഥം ഞാൻ പറയുന്നത് ശ്രദ്ധിക്കണേ. അതിന്റെ അർത്ഥം ഇവിടെ കോൺസ്റ്റന്റ് ടേം ഇല്ലല്ലോ, കോൺസ്റ്റന്റ് ടേം 0 അല്ലേ അല്ലെ. അവിടെ ഇത് ടാൻജന്റ് ഇക്വേഷനാ. നിങ്ങൾ നോക്കണേ, ഇത് ടാൻജന്റ് ഇക്വേഷനാ, ഇതും ടാൻജന്റ് ഇക്വേഷനാ അല്ലെ. അവിടെ മക്കളെ ഇത് ടാൻജന്റ് ഇക്വേഷനാ, ഇതും ടാൻജന്റ് ഇക്വേഷൻ ആണ് അല്ലെ. രണ്ടും ഒരേ ടാൻജന്റ് അല്ലേ, ഈ ടാൻജന്റ് ഇത് നോക്ക് ഇവിടെ ആരില്ല, കോൺസ്റ്റന്റ് ടേം 0 ആണ് അല്ലെ. അങ്ങനെയെങ്കിൽ ഇവിടുത്തെ കോൺസ്റ്റന്റ് ടേം 0 അല്ലേ അല്ലെ. അടാ ഇത് എക്സ് ഉള്ള ആളാ, ഇത് വൈ ഉള്ള ആളാ, ഇത് എക്സ് ഉള്ള ആളാ, ഇത് വൈ ഉള്ള ആളാ അല്ലെ. ഇത് എക്സും വൈ ഇല്ലാത്ത ആളല്ലേ, ഈ എക്സും വൈ ഇല്ലാത്ത ആളല്ലേ കോൺസ്റ്റന്റ് ടേം എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് കോൺസ്റ്റന്റ് ടേം, ആ കോൺസ്റ്റന്റ് ടേം എന്താണ് 0 ആണ് അല്ലെ. സോ മൈനസ് y1 പ്ലസ് 20 എന്താണ് 0 ആണ് അല്ലെ. മൈനസ് 5y1 പ്ലസ് 20 എന്താണ് 0 ആണ്. സോ 5y1 20 ആയില്ലേ. സോ y1 ആരാ 20/5 4 അല്ലേ. സോ y1 ആരാ 4 ആണ് അല്ലെ. y1 കിട്ടിയാലേ പിന്നെ x1 കാണാൻ ഒരു ബുദ്ധിമുട്ടില്ല. കാരണം എന്താ ഈ പോയിന്റ് ഈ ലൈനിലെ പോയിന്റ് അല്ലേ അല്ലെ. ആ ലൈൻ ആടാ 2x മൈനസ് y0 അല്ലേ അല്ലെ, y = 2x അല്ലേ അല്ലെ. ആ പോയിന്റ് ആ ലൈനിലെ പോയിന്റ് ആണെങ്കിലേ ആ പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ സാറ്റിസ്ഫൈ വേണ്ടേ. സോ y1 = 2x ആവില്ലേ അല്ലെ. സോ y1 ആരാ 4. സോ 4 = 2x1 ആ. അപ്പൊ x1 4/2 അല്ലേ. ആ പോയിന്റ് ആരാ 2,4. 2,4 ആണ്. 2,4 എന്ന് പറഞ്ഞ ഏത് ഓപ്ഷൻ 2,4 ഇതല്ലേ അല്ലെ. 5 ആണ്. സോ r to 5 വരുന്ന ഓപ്ഷൻ സി അല്ലേ അല്ലെ. സോ സി ആൻസർ, സി ആണ് ആൻസർ, ഓപ്ഷൻ എ അല്ല, സി ആണ്, എ അല്ല. അപ്പൊ ഇതാണ് അവിടെ ആരേണ്ട കാര്യം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റൻസ് ഇനിയും വരുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, ബാക്കി അടുത്തൊരു വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റൻസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, താഴെ കമന്റ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഐഡിയ. ആ ഐഡിയ ക്ലിയർ ആയി വിചാരിക്കണേ. അപ്പൊ എല്ലാ വർഷവും ഇങ്ങനത്തെ ക്വസ്റ്റൻ ഉണ്ടോ, എല്ലാ വർഷവും ഇങ്ങനത്തെ ക്വസ്റ്റൻസ് ഉണ്ട്, അത് ക്ലിയർ ആക്കുക. അങ്ങനെയെങ്കിൽ ഈ ഒരു ക്വസ്റ്റൻ നിങ്ങൾ ഹോംവർക്ക് ചെയ്യട്ടോ. ഈ ക്വസ്റ്റ്യൻ ഹോംവർക്ക് ചെയ്തിട്ട് ആൻസർ എന്ത് ചെയ്യുക, താഴെ കമന്റ് ചെയ്യുക. കിട്ടിയില്ലെങ്കിൽ പറയാം, നമുക്ക് എന്ത് ചെയ്യാം, അത് വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത് ഹോംവർക്ക് ചെയ്യാം. JEE അഡ്വാൻസ് 2024 ക്വസ്റ്റൻ ആണ്. കിട്ടിയില്ലെങ്കിൽ താഴെ കമന്റ് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, വേറെ വീഡിയോ ചെയ്യാം. ഓക്കെ, താങ്ക് യു.